യുദ്ധപ്രവിശ്യമപവാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന അന്യാംശഹസ്തചരണശ്രവണത്വജാദീൻ പ്രാണാൻ. നമോ ഭഗവതേ പുരുഷായ തുഭ്യം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരിദ്വാരത്തിൽ ഇരുന്നുകൊണ്ട് ഹസ്തിനപുരിയിലെ മന്ത്രിയായ വിതുര മഹാശയൻ മൈത്രേയ മഹർഷിയോട് ഒരു ചോദ്യം ചോദിച്ചു. എന്താ ചോദ്യം എന്നറിയോ? തൃതീയ സ്കന്ധത്തില് 5-ാമത്തെ അധ്യായത്തില് 2-ാമത്തെ ശ്ലോകം. സുഖായ കർമാണി കരോതി ലോക നദൈ സുഖം വാന്യതുപാരമം വാ ഗിന്ദേത ഭൂയസ്തതയേവ ദുഃഖം. സുഖായ കർമാണി കരോതി ലോക. ലോകത്തിലുള്ള എല്ലാ ആൾക്കാരും പ്രവർത്തിക്കുന്നത് മുഴുവൻ സുഖത്തിന് വേണ്ടിയിട്ടാണ്. നമ്മളെ കാലത്ത് എടുത്തു കഴിഞ്ഞാൽ രാത്രി ഉറങ്ങണത് വരെ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ സുഖത്തിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആർക്കെങ്കിലും കിട്ടിയോ ഈ സാധനം? ഈ സുഖം എന്ന് പറയുന്ന സാധനം ആർക്കെങ്കിലും കിട്ടിയോ? ഒന്ന് കൈനോക്കാമോ? ഈ സുഖം എന്നുള്ളത് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പൊ ഉറപ്പായില്ലേ നമ്മുടെ കഥ എന്താണ്? അപ്പൊ ഈ സുഖം എന്നുള്ളത് സുഖായ കർമാണി കരോതി ലോക. ലോകത്തിലുള്ള ആൾക്കാർ ചെയ്യണത് മുഴുവൻ സുഖത്തിന് വേണ്ടിയിട്ടാണ്. നതൈ സുഖം വാ. സുഖം കിട്ടണില്ല എന്ന് മാത്രമല്ല, അന്യതുപാരമം വാ. അത് ദുഃഖം കുറയണില്ല എന്ന് മാത്രമല്ല, ഭൂയസ്തതയേവ ദുഃഖം. പിന്നെയും ദുഃഖം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു കഷ്ടല്ലേ, എന്തൊരു വിരോധാഭാസ നോക്കൂ. സുഖത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക, കിട്ടണമെന്ന് മുഴുവൻ ദുഃഖവും. എന്താ ഇതിന് കാരണം? നമ്മൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ഇതാലോചിച്ചുണ്ടോ? നമ്മളൊക്കെ സുഖിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പണി എടുക്കേണ്ടത്. കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണോ രാത്രി കിടക്കുന്നത് വരെ ഒക്കെ സുഖത്തിന് വേണ്ടിയിട്ടാണ്. എന്നിട്ടോ ഇതൊന്ന് നമ്മൾ ടിക്ക് ചെയ്ത് നോക്കുക. നമ്മുടെ പ്രോഗ്രസ് റിപ്പോർട്ട് ഇതേവരെ ചെയ്തതിൽ സുഖം കിട്ടിയതെങ്കിൽ ടിക്ക് ചെയ്യുക. 100-ൽ എത്ര മാർക്ക് കിട്ടും? നമുക്ക് പാസ് മാർക്ക് കിട്ടും. അപ്പൊ ഇതാ ചിന്തിക്കണ്ടേ, എന്തുകൊണ്ടാ നമ്മൾ ഇന്നത്തെ നമ്മളെന്ന് പറഞ്ഞാൽ ഈ കലിയുഗ മനുഷ്യർ കേട്ടോ, ഈ കലിയുഗ മനുഷ്യൻ ചിന്തിക്കാറില്ല എന്താ ഈ അപകടത്തിന് കാരണം. അപ്പൊ മൈത്രേയ മഹർഷി അവിടെ നിന്ന് തൊട്ടങ്ങൾ പറഞ്ഞു തുടങ്ങുക. തൃതീയ സ്കന്ധത്തില് തൊട്ട് എന്താ കാരണം? ഇന്നത്തെ കലിയുഗ മനുഷ്യൻ പോണത് സുഖത്തിന്റെ പുറകെയല്ല, പിന്നെ ഇതിന്റെ പുറകെയാ പോണത്. സുഖമെന്ന് തോന്നിപ്പിക്കുന്ന സാധനത്തിന്റെ പുറകെയാ പോണത്. സുഖത്തിന്റെ പുറകെ നമ്മളാരും പോണില്ല. സുഖമെന്ന് തോന്നിപ്പിക്കുന്ന സാധനത്തിന്റെ പുറകെ പോണേ. ആറാട്ടുപുഴ പൂരത്തിന് അല്ലെങ്കിൽ തൃശ്ശൂർ പൂരത്തിന് നമ്മൾ കുട്ടികളെ കൊണ്ട് പോവുക. കുട്ടികളെ കൊണ്ട് പോണ സമയത്ത് ബലൂൺ കണ്ടാൽ അപ്പ പിള്ളേരെ ലഹള തുടങ്ങും, എനിക്ക് വേണം എന്ന്. നമ്മൾ പറയുക ഇത്ര കുറച്ച് നേരത്തേക്കേ ഉള്ളൂ അതിന്റെ ആയുസ്, ഒന്നും വേണ്ട. ഒട്ടൊക്കെ നിലത്ത് കിടന്ന് ഉരുണ്ട് അലറി പൊളിച്ച സാരിയമ്മ വലിച്ചു തൂങ്ങി, ഷർട്ടമ്മ വലിച്ചു തൂങ്ങി, ലഹളയിലാണോ 50 രൂപ എടുത്ത് കൊടുത്ത് ബലൂൺ നമ്മൾ മേടിക്കും. പൂരപ്പറമ്പിലേക്ക് ഇവിടെ കയറുന്നതാണ്. നമ്മളെന്താ പറയുക? അപ്പളേ ഞാൻ പറഞ്ഞതാ 5 മിനിറ്റ് നേരത്തേക്കില്ല 50 രൂപ കളയണ്ടാകുന്നു. പക്ഷേ ഭാഗവതം ചോദിക്കണോ, ആ കൊച്ചു കുട്ടിയെ ചീത്ത പറയാനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ടോ? നിങ്ങള് ബലൂണിനെ ആ കുട്ടിയെ ചീത്ത പറഞ്ഞു, ബലൂൺ കുറച്ച് നേരത്തേക്ക് ആയുസുള്ളൂ എന്ന്, അല്ലേ? എന്നാൽ ഇത് നിങ്ങൾക്ക് പറയാൻ നിങ്ങൾക്ക് യോഗ്യതയുണ്ടോ? നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടെടുക്കുന്ന സാധനത്തിന് ഏതിനാ നാശമില്ലാത്ത ഒരു സാധനത്തിന്റെ പേര് പറയോ നശിക്കാത്തത്? എന്റെ 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 എന്ന് പറഞ്ഞ് നടക്കുന്നില്ലേ? ഇല്ലേ? നശിക്കാത്ത ഒരു സാധനത്തിന്റെ പേര് പറയും. നമ്മൾ എന്ത് പറഞ്ഞാലും എന്റെ എന്നുള്ള പ്രിഫിക്സ് ചേർത്താ പറയാം. നമുക്കൊക്കെ ആടിന്റെ ജീവനാന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ധാര ഇമേമേ എന്റെ ഭാര്യ, തനയ ഇമേമേ എന്റെ മക്കള്, ഗൃഹ ഇമേമേ എന്റെ വീട്, പശവശ്ചമേമേ പശുക്കൾ എന്റെ,
മേമേകര മേഷസമാനധർമ്മ. പശുവിന്റെ ഈ ആടിന്റെ പോലെ ആടെപ്പോഴും മേന്നല്ലേ പറയാ. മേ എന്ന് പറഞ്ഞാൽ എന്റെ എന്നർത്ഥം. എന്റെ 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 എന്റെ. ലോകത്തിൽ എന്തെങ്കിലും എന്റെ ഉണ്ടോ? ഇതൊന്നും ചിന്തിക്കില്ല എന്നത്തെ മനുഷ്യൻ. ഒക്കെ എന്റെ 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 എന്നുള്ള പ്രിഫിക്സ് ചേർക്കാണ്ട് ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. എന്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺട്രോളിൽ നിൽക്കണ സാധനം. നിൽക്കുവോ? നിൽക്കുവോ? എന്റെ ദേഹം അടിച്ചു പറയുകയില്ലേ? നമ്മുടെ ദേഹം നമ്മൾ പറഞ്ഞാൽ കേൾക്കുവോ? ഓ, സംശയം ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് മൂക്കൊന്ന് പൊത്തി പിടിച്ചാൽ മതി. 5 മിനിറ്റൊന്നും വേണ്ടിവരില്ല. അതിന് മുമ്പ് തന്നെ വിവരം അറിയാം അല്ലേ? തുമ്മൽ വന്നാൽ തുമ്മാണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. ചുമ വന്നാലോ ചുമക്കാണ്ടിരിക്കാൻ പറ്റില്ല. സപ്താഹബീജിലാണെങ്കിലും പരിചയമുള്ള ഒരാളാണെങ്കിലോ തൊട്ടടുത്ത് വന്നിരിക്കുന്നത് വർത്തമാനം പറയാണ്ടിരിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ നമ്മുടെ ബോഡി പോലും നമ്മുടെ കൺട്രോളിലല്ല. എന്നിട്ട് നമ്മുടെ കേരളത്തിൽ എന്താ പറയുക? എന്റെ എന്റെ എന്റെ. നമ്മളിപ്പോ പച്ച മലത്തിൽ പറഞ്ഞു എന്റെ മക്കൾ തന്നെ ഞാൻ പറഞ്ഞാൽ കേൾക്കണില്ല. നമ്മുടെ ശരീരം പറഞ്ഞാൽ കേൾക്കുന്നുണ്ടോ? എന്നിട്ട് വേണ്ടേ മക്കളെ പറയാൻ? അവരുടെ ശരീരത്തിനെ ആദ്യം കേൾപ്പിക്കൂ, എന്നിട്ട് മക്കളെ കേൾപ്പിക്കാൻ നോക്കൂ. പറ്റില്ല. അപ്പൊ ഈ ഒരൊറ്റ സാധനം, എന്ത് സാധനമാണെങ്കിലും നമ്മുടെ കൺട്രോളിലല്ല, അത് നശിക്കാത്തതുമല്ല. എന്റെ 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 ഭാര്യ എന്നെ കൂടെ ഉണ്ടാവുമോ? ഇല്ല. എന്റെ ഭർത്താവ് എന്നെ കൂടെ ഉണ്ടാവുമോ? എന്റെ മക്കള് ഉണ്ടാവുമോ? വയസ്സാ കാലത്തെ ചാവാൻ കിടക്കുന്ന കാലത്ത് ഒരു തുള്ളി വെള്ളം തരാൻ ചിലപ്പോൾ മക്കളുണ്ടാവില്ല. അവരുടെ ഓസ്ട്രേലിയയിലും മറ്റോ രണ്ടേലുമോ വെള്ളം തരാനേ ഉണ്ടാവില്ല. മലയാളത്തിൽ പറയില്ലേ, മക്കളെ കണ്ടും മാമ്പവും കണ്ടും കൊതിക്കണ്ട. അപ്പൊ മക്കളുടെ കാര്യം അത് തന്നെയാണ്. കാശാണെങ്കിലോ അത് ഏത് സുഖം തരുമോ? ഓ, ഐഹികമാകും സുഖത്തിൽ അയ്യോ കൃഷ്ണ, അയ്യോ എനിക്കൊരു മോഹമില്ലേ എന്നൊക്കെ പറഞ്ഞ് ഭഗവാന്റെ മുമ്പിൽ വന്ന് നമ്മൾ പ്രാർത്ഥിക്കും. ഗുരുവായൂരമ്പലത്തിന് മുമ്പിൽ ചെന്നിട്ടേ പുറത്തേക്ക് കിടന്ന ആദ്യം വിഷു ബമ്പറ മേടിക്കുക അല്ലേ? ഐഹികമായൊരു സുഖത്തില് നമുക്ക് വിശ്വാസമില്ല. ഇതാണ് നമ്മുടെ സ്ഥിതി. ഗുരുവായൂരപ്പന്റെ മുമ്പിൽ ചെന്നിട്ട് ദുരിതങ്ങൾ കൊണ്ടെങ്കിൽ ചത്താൽ മതി എന്ന് പറയും കേമായിട്ട്. ഗുരുവായൂരപ്പൻ പറയുന്ന ഗരുഡൻ റെഡിയാണോ? വാഹനം റെഡിയാണോ? നമുക്ക് പോവാ. നമ്മൾ എത്ര പേര് പോവും? ഗുരുവായൂരപ്പൻ പറഞ്ഞാൽ നമുക്ക് പോവാ. നമ്മുടെ ഈ ലോകത്തിൽ ജീവിച്ച് മതി എന്നല്ലേ പറഞ്ഞു. പോവാ വൈകുണ്ഠത്തിലേക്ക്. നമ്മൾ ആരെങ്കിലും പോവോ? അയ്യോ ഗുരുവായൂരപ്പ ഒരു ആവേശത്തിൽ ഞാൻ പറഞ്ഞതാ, എനിക്ക് പോവാറായിട്ടില്ല. എന്താ? എന്റെ പേരക്കുട്ടിക്ക് 5 വയസ്സേ ആയിട്ടുള്ളൂ, അവള് മുത്തശ്ശിയായിട്ട് കാണണം. എനിക്ക് 5 വയസ്സായ കുട്ടിയെ മുത്തശ്ശിയായിട്ട് കാണണമെന്ന്. ഇതാണ് നാളെ നാളെ എന്നായിട്ട് പിന്നെ ആവാം പിന്നെ ആവാം പിന്നെ ആവാം. അപ്പൊ ഈ വക സാധനങ്ങൾ ഒന്നും ലോകത്തിൽ ശാശ്വതമായിട്ടില്ല. കൊച്ചുകുട്ടി ബലൂണിന്റെ പുറകെ പോയി നമ്മൾ ചീത്ത പറഞ്ഞു. അപ്പൊ നമ്മളെ എത്ര ചീത്ത പറയണം? നമ്മുടെ ഭാര്യ പെർമനന്റ് ആണോ? ഭർത്താവ് പെർമനന്റ് ആണോ? മക്കൾ പെർമനന്റ് ആണോ? സമ്പത്ത് പെർമനന്റ് ആണോ? ഗൃഹം പെർമനന്റ് ആണോ? ഒന്നുമല്ല. ഈ ശരീരം പോലും പെർമനന്റ് അല്ല. എന്താ ഈ ശരീരം 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 എന്ന് പറയണേ? ശീര്യതേ, ചീഞ്ഞളിഞ്ഞു പോണത് എന്നാ വാക്കിന്റെ അർത്ഥം. ചീഞ്ഞളിഞ്ഞു പോണതാണ്. ആ തിളക്കം ചാർത്തി ചീഞ്ഞു മഴക എന്തൊക്കെ കേമത്താണ്. അവളെ കണ്ട എന്തൊരു സൗന്ദര്യം, അവനെ കണ്ട എന്തൊരു ഭംഗി, സൂപ്പർ സ്റ്റാറിന്റെ ഭംഗി അല്ലേ? പക്ഷേ എത്ര കാലം? ആ ഗുരുവായൂരപ്പൻ അതിന്റെ ഉള്ളിലിരിക്കുന്ന കാലത്തോളം, ക്ഷേത്രജ്ഞനായിരിക്കുന്ന ഭഗവാൻ ഉള്ളിലിരിക്കുന്ന കാലത്തോളെ ഈ സാധനത്തിന് ഗ്ലാമറുള്ളൂ. അത് കഴിഞ്ഞാലോ ത്രൈലോക്യ സുന്ദരിയാണ് ആണെങ്കിലും നമ്മൾ മൂക്ക് കുത്തും ഇല്ലേ? നമ്മുടെ എത്ര പ്രിയപ്പെട്ട ആളുടെ ആണെങ്കിലും വലിച്ചിട്ട് കത്തിച്ചോളൂ. അയ്യോ എന്റെ അച്ഛന്റെയാണ്. അലമാരിൽ എടുത്തു വയ്ക്കാറുണ്ടോ നമ്മൾ അച്ഛന്റെ ബോഡി? ഇല്ലല്ലോ. എന്താ കാരണം? അത് ചീഞ്ഞളിഞ്ഞു പോണതാണ്. നമുക്കറിയാം. ദഹ്യതേ, ദഹിച്ചു പോണതുകൊണ്ട് അതിനാണ് ദേഹം എന്ന് പറയണം. അപ്പൊ ഇതൊന്നും നമുക്ക് സുഖം തരണമില്ല. അല്പസുഖപ്രദങ്ങളാണ്. കുറച്ച് നേരത്തേക്ക് നമുക്ക് സുഖം തരുള്ളൂ. നമ്മുടെ പേഴ്സില്
പൈസ ഇരിക്കുന്ന സമയത്തോളം നമുക്ക് സുഖ. അത് കയ്യിൽ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാലോ, അയ്യോ ആ പേഴ്സിലിരിക്കുമ്പോൾ നല്ല രസമാകുന്നു. നമ്മൾ 7ാമത്തെ ദിവസം കാണും, ഏകാദശസ്കന്ധത്തിൽ 23ാമത്തെ അധ്യായത്തിൽ ഭിക്ഷുഗീതയിൽ കാണാം. അപ്പൊ ഈ വക സാധനങ്ങളൊന്നും നമുക്ക് സുഖം തരണതില്ല. അപ്പൊ പിന്നെ എന്തിനാ നമുക്ക് സുഖം കിട്ടുക? അതിനാണ് ഈ മനുഷ്യ ശരീരം തന്നേക്കണേ നമുക്ക്. മാനുഷ്യം സർവഭൂതാനാം ഭുക്തി മുക്തി ആലയം ശുഭം. ഭുക്തിയും മുക്തിയും അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപകരണമാണ് ഈ മനുഷ്യ ശരീരം. ഈ മനുഷ്യ ശരീരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചിന്തിക്കണ്ടേ? നമ്മളെല്ലാം ചിന്തിക്കുക എന്റെ 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 എന്നാണ് അല്ലേ? നമ്മൾ കടയിൽ ചെന്നിട്ട് ഓരോ സാധനങ്ങൾ മേടിക്കും. AC, ഫ്രിഡ്ജ്, TV, കാറ്, ഓരോരോ സാധനങ്ങൾ മേടിക്കും. മേടിക്കാൻ പോണ നേരത്ത് ആ കടക്കാരനോട് നമ്മളൊരു ചോദ്യമുണ്ട്. ആദ്യത്തെ നമ്മൾ ചോദിക്കാം, എത്ര കൊല്ലത്തെ ഗ്യാരണ്ടി ഉണ്ടെന്ന്. ഈ ചോദിക്കണവനാരാ? ചോദിക്കണവന് വല്ല ഗ്യാരണ്ടി ഉണ്ടോ? ഓ, ഈ ഫ്രിഡ്ജ് എത്ര കൊല്ലം നിൽക്കും? 10 കൊല്ലത്തെ ഗ്യാരണ്ടി ഉണ്ട്. ഈ TV എത്ര കൊല്ലത്തെ ഉണ്ട്? 15 കൊല്ലത്തെ ഗ്യാരണ്ടി ഉണ്ട്. ഈ AC എത്ര കൊല്ലത്തെ ഗ്യാരണ്ടി ഉണ്ട്? 3 കൊല്ലത്തെ ഗ്യാരണ്ടി ഉണ്ട്. ഈ ചോദിക്കണവന് എന്താ ഗ്യാരണ്ടി? അടുത്ത ശ്വാസം എടുക്കുന്നുള്ളതിന് ഒരു ഗ്യാരണ്ടി ഇല്ല. നമ്മൾ ഒരു പ്രാവശ്യം തുമ്മുമ്പോ നമ്മുടെ ഹാർട്ട് ഒരു പ്രാവശ്യം നിൽക്കണമെന്ന് മോഡേൺ സയൻസ് പറയണേ. അതുകൊണ്ടാണ് കൊച്ചു കുട്ടികൾ തുമ്മുമ്പോ ഹരി കൃഷ്ണ എന്ന് പറയണേ. ആ തുമ്മലിന് ശേഷവും നമ്മുടെ കുട്ടികൾ ജീവിച്ചിരിക്കണമല്ലോ എന്ന്. ആ മിത്രാന്തപുരത്ത് ദേവരുടെ അനുഗ്രഹം കൊണ്ട് എന്റെ കുട്ടി ജീവിച്ചിരിക്കണം. അല്ലെങ്കിൽ ആ തുമ്മലോട് കൂടി തീർന്നാലോ? നമ്മൾ പറയാൽ ഇന്നലെ വരെ ഞങ്ങൾ സംസാരിച്ചതാത്രേ, വൈകുന്നേരം അമ്പലത്തിൽ നിന്ന് ഒരുമിച്ച് പോയതാത്രേ, നാളെ കാണാമെന്ന് പറഞ്ഞതാത്രേ, എത്രേ ഇന്ന് കാലത്ത് കേൾക്കണോ മേപ്പെട്ട് ടിക്കറ്റ് കിട്ടി ഇത്രയെന്ന് അല്ലേ? ഇതാണ് നമ്മുടെ സ്ഥിതി. ഒരു ഗ്യാരണ്ടി ഇല്ലാത്തവൻ മേടിക്കുന്ന സാധനങ്ങൾക്കൊക്കെ ഗ്യാരണ്ടി വേണം അല്ലേ? 80-84 വയസ്സായിട്ടുള്ള ആൾക്കാർ വരെ പുതിയ സൗധങ്ങൾ പണിഞ്ഞുണ്ടാക്കണോ? 84 വയസ്സ് പ്രായമായവൻ പുതിയ ഒരു വാർക്കക്കെട്ടം 24,000 സ്ക്വയർ ഫീറ്റ് സെൻട്രലൈസ്ഡ് AC വീട് വെച്ചാൽ എത്ര കൊല്ലം താമസിക്കുന്നത്? ഇതല്ലേ സ്ഥിതി. എന്നാലും കൊരങ്ങൻ പാമ്പിനെ പിടിച്ചേക്കണ പോലെ നമ്മൾ വിട്ടില്ല, എന്റെ എന്നുള്ളത് വിട്ടില്ല. അപ്പൊ ലോകത്തിൽ സുഖമായിരിക്കുന്ന, അതായത് നിത്യമായിരിക്കുന്ന സുഖം തരുന്നത് ഇതൊന്നുമല്ല. അപ്പോൾ ഈ മനുഷ്യ ശരീരം കിട്ടിയാൽ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് എന്താ? ഏകാദശ സ്കന്ധത്തില് 6ാമത്തെ ദിവസം നമുക്ക് കാണാം, ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനായ ഉദ്ധവനോട് പറയും, ഉദ്ധവ പ്രായേണ മനുജ ലോകേ ലോകതത്വവിചക്ഷണ. ഈ ലോകത്തിലുള്ള സകല കാര്യങ്ങളും കാണാനായിട്ടുള്ള കഴിവ് ഞാൻ കൊടുത്തിട്ടുണ്ട് മനുഷ്യന്. അങ്ങനെ കാണുന്നത് എല്ലാം സ്വീകരിക്കേണ്ടതാണോ? അല്ല. എല്ലാം തിരസ്കരിക്കേണ്ടതാണോ? അതുമല്ല. അപ്പൊ എന്താ സ്വീകരിക്കേണ്ടത്? എന്താ തിരസ്കരിക്കേണ്ടത്? ഇതറിയാറാവണം. അപ്പൊ ഒരു മനുഷ്യന്റെ ജന്മം കിട്ടിയാൽ 3 യോഗ്യതകൾ വേണം എന്നാണ് ആചാര്യന്മാർ പറയുക. ഒന്ന് മനുഷ്യത്വം. മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഈ കോലം കെട്ടിയിരിക്കലല്ല. നമ്മൾ പറയല്ലോ ഒരു മനുഷ്യത്വമില്ല അയാൾക്ക്, അപ്പൊ പിന്നെ അത് മനുഷ്യനാവുമോ? മനുഷ്യന്റെ രൂപമല്ല. എന്താ മനുഷ്യത്വം? നിത്യമായ ചൈതന്യം എന്താണ്? അനിത്യമായ വസ്തുക്കൾ എന്താണ്? അതായത് ലോകത്തില് നശിക്കാത്ത ചൈതന്യം എന്താ, നശിക്കണ വസ്തുക്കൾ എന്താ, ഇത് തിരിച്ചറിയാൻ പറ്റണം. അതിനെയാണ് മനുഷ്യത്വം എന്ന് പറയുക. കോമൺ സെൻസ് എന്ന് ഇംഗ്ലീഷ് പറയും. വിവേകം. വിവേക ചൂടാമണിയിൽ
ആചാര്യസ്വാമികൾ ആദ്യം പറയാ ആദോ നിത്യാനിത്യ വസ്തു വിവേക പരിഗണ്യതേ. ഒരു മനുഷ്യൻ ആദ്യം വേണ്ടത് നിത്യമായ വസ്തുവിനെയും അനിത്യമായ വസ്തുവിനെയും തമ്മിൽ തിരിച്ചറിയാറാവണം. അതാണ് ഭഗവാൻ ഉദ്ധവനോട് പറഞ്ഞത് ആദോ നിത്യാനിത്യ വസ്തു വിവേക പരിഗണ്യത. നമ്മൾ ഗോതമ്പ് പൊടി അരിക്കാറില്ലേ? ഇപ്പൊ ഗോതമ്പ് പൊടി അരിക്കലില്ല കേട്ടോ, കാരണം റെഡിമെയ്ഡ് ഗോതമ്പ് പൊടി. അത് റെഡിമെയ്ഡ് ചപ്പാത്തി കിട്ടും, പിന്നെ ഇതിന് അരിക്കാൻ പോണേ. നമ്മുടെ കുഴപ്പതാണ്. അപ്പൊ എന്തായി? നിത്യാനിത്യ വസ്തു വിവേകം അറിയാണ്ടായി. ഇപ്പൊ എങ്ങനെ ഉദാഹരണം പറയാ? റെഡിമെയ്ഡ് ചപ്പാത്തി ചൂടാക്കി കഴിക്കണോ? ഇപ്പൊ അതും കൂടെ വേണ്ട കേട്ടോ. മൊബൈലിൽ ഇങ്ങനെ കുത്തിയാൽ സ്നഗ്ഗിയോ എന്തൊരു സാധനം കൊണ്ടിരിക്കും. അയാൾ കൊണ്ടുവന്നാൽ മേടിച്ച് കഴിക്കുക, വേറെ ഒരു പണിയും വേണ്ട. ലോകം നിങ്ങളുടെ വിരൽ തുമ്പിൽ. ഇതാണ്. അപ്പൊ എന്താ? ബാഹ്യലോകമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. അപ്പൊ ഈ ഉദാഹരണങ്ങൾ പറയുമ്പോൾ ഇപ്പോഴത്തെ ഉദാഹരണങ്ങൾ വേണമെന്ന് പറയാൻ. ഇപ്പൊ പഴയ ഉദാഹരണങ്ങൾ പറഞ്ഞാൽ യേശില്ല. ഗോതമ്പ് പൊടി ഇരിക്കണ പോലെ വാട്ട് ഈസ് ഗോതമ്പ് പൊടി എന്ന് ചോദിക്കും പിള്ളേർ. അപ്പൊ ഗോതമ്പ് പൊടി നമ്മളൊക്കെ അരിക്കാറില്ലേ? അരിക്കുമ്പോ ആവശ്യമില്ലാത്ത തവിട് കളഞ്ഞിട്ട് ആവശ്യമുള്ള പൊടി നമ്മൾ സ്വീകരിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് സ്വീകരിക്കേണ്ട. എല്ലാ സാധനങ്ങളും തിരസ്കരിക്കുകയും വേണ്ട. അപ്പൊ എന്ത് വേണം? സമുദ്ധരന്തി ഹ്യാത്മാനം ആത്മന ഏവ അശുഭാശയാൽ. ആത്മാവ് തന്നെയാണ് ആത്മനോ ഗുരു ആത്മൈവ. ഭഗവാൻ ഉദ്ധവനോട് പറഞ്ഞു അവനവൻ തന്നെയാണ് അവനവന്റെ ഗുരു. അപ്പൊ എന്ത് വേണം? ഈ ലോകത്തിൽ കാണുന്ന സാധനങ്ങൾ മുഴുവൻ സ്വീകരിക്കേണ്ടതല്ല. നമ്മുടെ ഗൃഹത്തിൽ വരുന്ന ആര്യവേപ്പ് എന്ന് പറയണതും കറിവേപ്പ് എന്ന് പറയുന്നത് രണ്ട് വേപ്പാണ്. സാമ്പാറിൽ കൊണ്ടുപോയിട്ട് ആര്യവേപ്പ് ഇട്ടാലോ കഥ മാറില്ലേ? അപ്പൊ ഏതാ സാമ്പാറിലുള്ളത്, ഏതാണ് മറ്റ് അസുഖങ്ങൾക്കായിട്ട് ഉപയോഗിക്കേണ്ടത്? ഈ ഒരു തിരിച്ചറിവ് പോലെ പ്രകൃതിയിൽ നമുക്ക് നിത്യമായ ആനന്ദത്തിനെ നൽകുന്നതെന്തോ അതിനെ അറിയാറാവണം. അതിനാണ് ഈ മനുഷ്യ ശരീരം ഉപയോഗിക്കേണ്ടത്. അതാണ് മനുഷ്യത്വം എന്ന് പറയാം. ലബ്ധ്വാ സുദുർലഭമിതം ബഹുസംഭവന്തേ മാനുഷ്യം. ശ്രേഷ്ഠമായിരിക്കുന്ന മനുഷ്യ ശരീരം ലബ്ധ്വാ സുദുർലഭമിതം ബഹുസംഭവാന്തേ. അനേകം ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ മനുഷ്യജന്മം കിട്ടിയത്. നമ്മുടെ പ്രിയപ്പെട്ട കേരളേട്ടന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരു ശ്ലോകം പറയാം. പയ്യീച്ച പൂച്ച പുലി പണ്ടില് രണ്ടു പച്ച പയ്യെന്ന് തൊട്ട ഫലമാതിരിയായ ജന്മം പയ്യക്കഴിഞ്ഞ് പുനരീ മനുജാകൃതി. അല്ലേ? എത്ര ജന്മം? 84 ലക്ഷം സ്പീഷീസ് ഉണ്ടെന്നാ പറയണേ. ഈച്ച പൂച്ചയായിട്ടും പൂച്ച ഈച്ചയായിട്ടൊക്കെ മാറിയിട്ട് സുഹൃതത്തിന്റെ ആധിക്യം കൊണ്ട് നമുക്ക് മനുഷ്യജന്മം കിട്ടി. ലബ്ധ്വാസു ദുർലഭമിതം ബഹുസംഭവാന്തേ മാനുഷ്യം. അതെന്തിനാ? അർത്ഥകം. അർത്ഥങ്ങളെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഈ 4 പുരുഷാർത്ഥങ്ങളെ നേടാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ശരീരം. അർത്ഥിതമാണ്. പക്ഷെ അതിന് കുഴപ്പമുണ്ട്. അനിത്യം. ഇറ്റ് ഈസ് നോട്ട് പെർമനന്റ്. ഈ മനുഷ്യ ശരീരം എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടാവില്ല. എപ്പോഴാ നമുക്ക് ഈ മനുഷ്യന്റെ ശരീരം നഷ്ടപ്പെടുക? ആർക്കറിയാം? ദ്വിതീയ സ്കന്ധം തുടങ്ങുമ്പോൾ തന്നെ ശ്രീശുക ബൃഹർഷി പരീക്ഷത്തിന്റെ ഉപദേശം പറയാൻ തുടങ്ങുമ്പോൾ തന്നെ ഈ കാര്യം പറയും. നമുക്ക് 2 DD ആണെന്നാണ് ആചാര്യന്മാർ പറയുക. ഒന്നാമത്തെ DD നമ്മുടെ SSLC ബുക്ക് നോക്കിയാൽ അറിയാം. ഏതാ ഒന്നാമത്തെ DD? ഡേറ്റ് ഓഫ് ഡെലിവറി. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയും. ജനനത്തീയതി നമുക്കറിയാം. രണ്ടാമത്തെ DDയോ ഡേറ്റ് ഓഫ് ഡെത്ത്. അതാർക്കാ പറയാൻ പറ്റുക? ഒരു ജ്യോത്സ്യനും പറയാൻ പറ്റില്ല. ശേഷം ചിന്ത്യം എഴുതി വയ്ക്കുള്ളൂ. അല്ലേ? ഒരു ജ്യോത്സ്യനും, ആ മഹാജ്യോത്സ്യന് മാത്രമേ അറിയുള്ളൂ അത്. അപ്പോ ഏത് സമയത്താണ് ഈ ശരീരം എന്ന ഉപകരണം
നമ്മളാകുന്ന ഈ ജീവന്മാർക്ക് ഉപേക്ഷിക്കേണ്ടി വരിക എന്നറിയില്ല. അതാണ് അനിത്യം എന്ന് പറഞ്ഞത്. കുഞ്ചനമ്പ്യാർ പറയും, ജലത്തിലെ പോളകളെന്ന പോലെ ചലം മനുഷ്യനു ശരീരബന്ധം, കുലം ബലം പുത്രകളത്ര ജാലം, ഫലം വരാ മൃത്യു വരുന്ന നേരം. ഞാൻ ബ്രാഹ്മണനാണ്, ക്ഷത്രിയനാണ്, IAS-കാരനാണ്, ഡോക്ടറാണ്, സമ്പന്നനാണ്, സുന്ദരനാണ്, വല്ല കാര്യമുണ്ടോ? ഫലം വരാ മൃത്യു വരുന്ന നേരം, നീർപ്പോളം പൊട്ടണ നേരെ വേണ്ടൂ. എന്നിട്ട് നമ്മളയക്കുന്ന ആൾക്കാരുടെ ധാർഷ്ട്യം കാണണം. കോളർ പൊക്കി വെച്ച് ഹൈ ഹീൽഡ് ചെരുപ്പിട്ട് അയ്പാട്ട ഞാനേ എന്ന് പറഞ്ഞ് നടക്കണ കണ്ടാൽ ലോകം മുഴുവൻ പിടിച്ചടക്കിയ പ്രതീതിയാണ്. മഹാബലിക്ക് പറ്റിയ അബദ്ധമതാ. ആ മഹാബലിയുടെ അഹങ്കാരം തീർക്കാനാണ് നമ്മുടെ മിത്രാന്തപുരത്തെ ദേവര് ഒഭിഞ്ഞിച്ചുണ്ണിയായിട്ട് വന്നേ. ഇതൊക്കെയാ ഭാഗവതത്തിൽ നിന്ന് പഠിക്കണ്ടേ. വെറുതെ മിത്രാന്തപുരത്തെ ദേവരെ മുമ്പിച്ചെന്ന് കഴിഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ മഹാബലി ആവരുത്. ആദ്യത്തെ മഹാബലി ആവരുത്, ഒടുക്കത്തെ മഹാബലി ആവണം. ആദ്യത്തെ മഹാബലി എന്താ പറഞ്ഞത്? ലോകാനാമേകമീശ്വരം, 14 ലോകത്തിന്റെയും ഈശ്വരനാ ഞാൻ എന്ന് പറഞ്ഞു. ഒടുക്കല്ല മഹാബലി പറഞ്ഞേ, പദം കൃതി നിജം. അപ്പൊ ഇന്ദ്രസേനനിൽ നിന്ന് മഹാബലിയാവണം. അതാ മിത്രാന്തപുരത്ത് ദേവരെ നമുക്ക് കാണിച്ചു തരണേ. കഷ്ടകാലത്തിന് നമ്മളാകുന്ന മലയാളികളില് ഭൂരിപക്ഷം പേർക്കും മിത്രാന്തപുരത്ത് ദേവരുടെ മാഹാത്മ്യം മനസ്സിലാവാത്തത് കൊണ്ട് പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്നുള്ള മണ്ടത്തരം കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും. അതാണ് അപകടം. അപ്പൊ എന്താണ് നിത്യമായ വസ്തു, എന്താണ് അനിത്യമായ വസ്തു, എന്താണ് നമുക്ക് സുഖം തരണത്? അപ്പൊ ഈ ശരീരം പോലും അനിത്യമാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? പൂർണ്ണം യതേത, നിരന്തരമായിട്ട് പരിശ്രമിക്കണം. നപതയിൽ, മറിഞ്ഞു വീഴുന്നത് വരെ. ഈ ശരീരം മറിഞ്ഞു വീഴുന്നത് വരെ നമ്മൾ പരിശ്രമിക്കണം. എന്തിനാ? നിശ്രേയസായ, ശ്രേയസ്സിന് വേണ്ടിയിട്ട്. ശ്രേയസ് എന്ന് പറഞ്ഞാൽ നശിക്കാത്ത ആനന്ദത്തിനെയാണ് ശ്രേയസ്, കൈവല്യം, മുക്തി, മോക്ഷം, ആനന്ദം എന്നൊക്കെ പറയാം. ആനന്ദം എന്നുള്ളതിന് തത്തുല്യമായിട്ട് ഒരു പദം ലോകത്തിലെ ഒരു ഭാഷയിലും ഇല്ല എന്നാണ് ആചാര്യന്മാർ പറയാം. ലോകത്തിലൊരു ഭാഷയിലും ഇല്ല. കാരണം ആനന്ദം എന്നത് പറയാൻ പറ്റില്ല. പറയാൻ പറ്റുമോ? മിത്രാന്തപുരത്ത് ദേവരുടെ മുമ്പിൽ ചെന്ന് നിന്നിട്ട്, അല്ലെങ്കിൽ ഗുരുവായൂരപ്പന്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് തൊഴിലാണ് നമ്മൾ. ഒരാളെ ചോദിക്കുക, വാട്ട് യു ഫീൽ? നിങ്ങൾക്ക് എന്താ തോന്നി? എന്താ നമ്മൾ പറയാ? ഇതന്നെ ഒന്നും പറയാനില്ല. അത് പറയാൻ പറ്റണ വസ്തുവല്ല ഈ ആനന്ദം എന്ന് പറഞ്ഞു. അതിന് ദ്വൈതം ഇല്ലാത്തതാണ്, അദ്വൈതമായ അവസ്ഥയാണ്. സുഖം എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ഉണ്ട് ദുഃഖം. സന്തോഷത്തിനുണ്ട് സന്താപം, വൃദ്ധിക്കുണ്ട് ക്ഷയം. എല്ലാത്തിനും ദ്വയങ്ങളുള്ളതാണ്. എന്നാൽ അദ്വൈതമായ അവസ്ഥയാണ് ഈ ആനന്ദം എന്നത്. അപ്പൊ ആ ആനന്ദ അവസ്ഥയാണ് നമ്മൾ കാക്ഷിക്കേണ്ടത്. അതിനാണ് ശ്രേയസ് എന്ന് പറയുക. നിത്യമായ ആനന്ദം. നേരത്തെ പറഞ്ഞില്ലേ, ലോകത്തിലുള്ള സകലതും നശിക്കണതാണെന്ന്. അപ്പൊ നശിക്കണതിൽ നിന്ന് നശിക്കണ സുഖമല്ലേ കിട്ടുള്ളൂ, അല്ലേ? നമ്മൾ ചെരുപ്പ് പിടിക്കാൻ പോയി വിചാരിക്കുക, ചെരുപ്പ് കടയിൽ ചെന്നിട്ട് ആ ചെരുപ്പ് കടക്കാരൻ ഓരോ ബ്രാൻഡ് എടുത്തിടും. നമ്മൾ പറയും, അയ്യേ ഇത് ലാസ്റ്റ് ചെയ്യണതല്ല, ഇത് വേണ്ട, ഈ ബ്രാൻഡ് പറയുക, ഇത് മതി, ഇത് കുറെ കാലം കൂടി ലാസ്റ്റ് ചെയ്യണതാണ്, നിലനിൽക്കണതാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഈട് നിൽക്കുന്ന, നിലനിൽക്കുന്ന ആ സാധനം, ഏറ്റവും കൂടുതൽ ഈട് നിൽക്കുന്നതായ, നിലനിൽക്കുന്നതായ ആ സാധനത്തിനെ, അതിനെയല്ലേ നമ്മൾ ഇഷ്ടപ്പെടുക? ഏറ്റവും ഈട് നിൽക്കുന്ന സാധനത്തിനെയാണ് നമ്മൾ ഇഷ്ടപ്പെടുക.
അതായത് നശിക്കാത്ത സാധനത്തിനെ എന്നർത്ഥം. അത് ചെരുപ്പൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഇതേപോലെ നശിക്കാത്ത സാധനത നാശത്തിന് സംസ്കൃതത്തില് ഭാഗവതത്തിന്റെ ഭാഷ ച്യുതി എന്നാണ്. ച്യുതി എന്ന് പറഞ്ഞാൽ നാശം. ലോകത്തിലെ സകലതും ച്യുതിയുള്ളതാണ്. അപ്പൊ ച്യുതി ഇല്ലാത്തതെന്താ? ലോകത്തിലെല്ലാം നശിക്കണതാണെന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്ക് ചോദ്യം വരും, എന്നാ പിന്നെ നശിക്കാത്ത സാധനം എന്താ? ച്യുതിയില്ലാത്തതെന്താ? ച്യുതിയില്ലാത്തത് ഒന്നേ ഉള്ളൂ. ആ ച്യുതിയില്ലാത്ത ആളെയാണ് അച്യുതൻ എന്ന് വിളിക്കുക. ച്യുതിയില്ലാത്തവനെ അച്യുതൻ എന്ന് വിളിക്കും. നാശമില്ലാത്തവൻ. അതിന് മിത്രാനന്തപുരത്ത് ദേവരെന്നോ ഗുരുവായൂരപ്പനെന്നോ ചോറ്റാനിക്കരമ്മാന്നോ ഊരകത്തമ്മാന്നോ വടക്കുന്നാഥനെന്നോ പൂർണ്ണത്രൈജനെന്നോ ശ്രീപത്മനാഭനെന്നോ എന്ത് പേരിട്ട് വേണമെങ്കിൽ വിളിച്ചോളൂ. ആ പേരൊന്നുമില്ല, പേരൊക്കെ നമ്മൾ കൊടുത്തതാണ്. അപ്പൊ ആ ഒരു ചൈതന്യമാണ്, ആ ചൈതന്യത്തിനെ ആശ്രയിച്ചാലാണ് നമുക്ക് നിത്യമായിരിക്കുന്ന ആനന്ദം കിട്ടുക. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നിശ്രേയസായ, ശ്രേയസ്സിന് വേണ്ടിയിട്ടായിരിക്കണം ഈ ശരീരം ഉപയോഗിക്കേണ്ടത്. ഏകാദശ സ്കന്ധം പറയുമ്പോ, കർമ്മയോഗം പറയുമ്പോ ഭഗവാൻ ഉദ്ധവനോട് പറയും, ഈ ശരീരത്തിന്റെ ഉപയോഗം എന്താണെന്നറിയോ ഉദ്ധവ? ഇന്നത്തെ ആളുകൾക്ക് ഇത് മാത്രം അറിഞ്ഞുകൂടാ, ബാക്കിയൊക്കെ അറിയാം. സൂര്യന് കീഴിലുള്ള സകലതും അറിയാം. അറിയാത്തതെന്താ? ഒന്നേ അറിയാത്തതുള്ളൂ, ഇതിന്റെ ഉപയോഗം. നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ, AC മേടിക്കും, ഫ്രിഡ്ജ് മേടിക്കും, TV മേടിക്കും, കാർ മേടിക്കും, വാഷിംഗ് മെഷീൻ മേടിക്കും. ഈ സാധനങ്ങൾ മേടിക്കുമ്പോൾ അതിന്റെ കൂടെ ചെറിയൊരു പുസ്തകം കിട്ടും. കണ്ടോ? ആരെങ്കിലും വായിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മൾ ആരും വായിച്ചു നോക്കാറില്ല. എന്താ കാരണം എന്നറിയോ? കുഞ്ഞ് അക്ഷരം ശിപേരും വായിക്കാൻ മെനക്കെടാറില്ല. അത് എഴുതിയേക്കണേ എന്താണെന്നറിയോ? എന്താ എഴുതിയേക്കണേ? ആ ഉപകരണം എങ്ങനെ പ്രവർത്തിപ്പിക്കാം, ഈ വാഷിംഗ് മെഷീൻ എങ്ങനെയാ പ്രവർത്തിപ്പിക്കണ്ടേ, ഈ AC എങ്ങനെയാ പ്രവർത്തിപ്പിക്കണ്ടേ. ഈ മുത്തശ്ശിമാരുടെ കയ്യിൽ മൊബൈൽ ഫോൺ കിട്ടിയ പോലെയാണ്. ഈ സപ്താഹവേദികളിലെ ഇങ്ങനെ പ്രഭാഷണം നടക്കുമ്പോഴാവും ആരുടെയെങ്കിലും ഒരാളുടെ മൊബൈൽ ഇങ്ങനെ ശബ്ദിക്കുക. ആ സദസ്സ് മുഴുവൻ പൊളൂട്ടഡ് ആവും. അതെന്താ അതിന്റെ കാരണം എന്നുള്ളത് മറ്റന്നാൾ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അതുകൊണ്ട് എല്ലാ സപ്താഹവേദിയിലും ഞാൻ പറയാറുള്ളത്, ദയവ് ചെയ്ത് നിങ്ങൾ ആ മൊബൈൽ ഫോൺ ഒന്ന് നിശബ്ദമാക്കൂന്നാണ്. ഞാൻ ആരുടെയെങ്കിലും ആക്കാത്തതുണ്ടെങ്കിൽ ഒന്ന് സൈലന്റ് ആക്കിക്കോളൂ കേട്ടോ. അതിന്റെ കാര്യം എന്താണെന്ന് മറ്റന്നാൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോ ആ സാധനം ആ മുത്തശ്ശിമാരെ ഇങ്ങനെ അടിക്കും. അതൊന്ന് ഓഫ് ചെയ്യൂ എന്ന് പറഞ്ഞാൽ ആ കോളെടുക്കാൻ മാത്രമേ എനിക്കറിയുള്ളൂ, ഇതിന്റെ ഒരു ഉപയോഗം ഒന്നും എനിക്കറിഞ്ഞുകൂടാ. വീട്ടിൽ നിന്ന് പറയുമ്പോൾ മുത്തശ്ശേരി പറഞ്ഞുകൊണ്ടുണ്ടാവും, ഞാൻ വിളിക്കുമ്പോൾ എടുക്കണേട്ടാ, മകനോ പേരക്കുട്ടി പറഞ്ഞുകൊണ്ടുണ്ടാവും. എന്നാ സപ്താഹവേദിയിൽ പോണ നേരത്തെ കുട്ടിയായിട്ടിരിക്കുക, അത് പറ്റില്ല, ഞാൻ എവിടെ പോയത് പേരക്കുട്ടിക്ക് അറിയണ്ടേ. എന്നാ സപ്താഹത്തിൽ ആ മുത്തശ്ശി പോയെ ആ നേരത്തെ വിളിക്കാണ്ടിരിക്കുക, അതുമില്ല. അപ്പോ കൊച്ചുകുട്ടികൾക്ക് വരെ ക്ലിയർ ആയിട്ട് അറിയാം. നമുക്കറിയാത്ത മൊബൈൽ ഫോണിന്റെ എനിക്ക് പലതും പറഞ്ഞുകൂടാ. എന്റെ മകളോടോ പറഞ്ഞാൽ കുത്തി അവര് 1 മിനിറ്റ് കൊണ്ട് ശരിയാക്കി തരും. നമുക്കറിഞ്ഞുകൂടാ ഈ മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും നമ്മൾ ആപ്പിളിന്റെ ഒക്കെ എന്താ ഇപ്പോഴത്തെ 5Gയുടെ പുതിയ ആപ്പിളിന്റെ ഫോണൊക്കെ മേടിക്കുക 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപ. അതിന്റെ 1% ഉപയോഗം പോലും നമുക്കറിഞ്ഞുകൂടാ. ഇത് എവിടെയിട്ട് കുത്തിയാലാ ഇത് ആവുക? കോൾ എടുക്കാനും കോൾ ഓഫ് ചെയ്യാനും മാത്രം അറിയാം എന്നതുപോലെയാണ് നമ്മളെ ഈ ബുക്കിലിട്ട് ഈ വാഷിംഗ് മെഷീൻ, ഈ AC, ഈ TV എങ്ങനെ പ്രവർത്തിപ്പിക്കാം എന്നാണ് ആ പുസ്തകത്തിൽ പറഞ്ഞേക്കണേ. നമ്മൾ മേടിക്കുന്ന സാധനങ്ങളുടെ ഈ ഉപകരണങ്ങൾ എങ്ങനെ ഉപയോഗിക്കാം. പക്ഷേ നമ്മളോട് ആരെങ്കിലും പറഞ്ഞതുണ്ടോ ഈ ഉപകരണം എങ്ങനെ പ്രവർത്തിപ്പിക്കാമെന്ന്? ഈ ശരീരം എങ്ങനെയാ പ്രവർത്തിപ്പിക്കുക? ഇതിന്റെ ലക്ഷ്യം എന്താ? ഈ മനുഷ്യ ശരീരം എന്ന് പറയുന്ന ഉപകരണം കൊണ്ട് നേടേണ്ട സാധനം എന്താ? ഏത് യൂണിവേഴ്സിറ്റി പോയാലാ ഇത് കിട്ടുക? ഏത് മാഷ ഇത് പറഞ്ഞുതരാ നിന്റെ ശരീരം കൊണ്ടുള്ള ഉപയോഗം എന്താന്ന്? നമ്മുടെ ശരീരത്തിൽ 4 ഉപയോഗമുള്ളൂ എന്നാണ് ഇപ്പൊ ആളെ മേടിച്ചു വെച്ചേക്കുന്നത്. 4 ഉപയോഗം. എന്താ? ഒന്നാമത്തേത് കുറേ വാരി വെച്ച് തിന്നുക.
എഴയണയിൽ തീവണ്ടിയും പറക്കണയിൽ വിമാനം ഒഴികെ ബാക്കിയൊക്കെ. അത് രണ്ടും പിന്നെ വേവിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് വേവിച്ചതില്ല. അപ്പൊ അതൊഴികെ ബാക്കിയൊക്കെ വരി വലിച്ചു തിന്നാം. ആഹാരം, പിന്നെ അത് കഴിഞ്ഞാൽ വിസർജിക്കണമല്ലോ. നീഹാരം അത് വേണം. പിന്നെ കൂർക്കം വലിച്ച് കിടന്നുറങ്ങുക, നിദ്ര മൂന്നാമത്തത്. പിന്നെ നാലാമത്തത് മൈഥുന, സന്താനോൽപാദനം, രതിസുഖം. ആഹാരം, നീഹാരം, നിദ്ര, മൈഥുനം, ഈ 4 കാര്യങ്ങളാണ്. ഇതല്ലേ മനുഷ്യ ശരീരം കൊണ്ട് നേടേണ്ടത്? തൃശ്ശൂര് പൂരപ്പറമ്പിൽ ചെന്ന് ആന ചെയ്യണില്ലേ ഇതൊക്കെ? ഇല്ലേ? പാറമേക്കാവിന്റെ തിരുവമ്പാടിയുടെ 15, 30 ആന നിൽക്കുമ്പോ ഈ ആന ചെയ്യേണ്ടത് ആഹാരം കഴിക്കേണ്ടത്, വിസർജനം ചെയ്യേണ്ടത്, കിടന്നുറക്കണം. അതിന് പിന്നെ മനുഷ്യനാവണോ? ഇത് 4 കാര്യം ചെയ്യാന്നുള്ള മനുഷ്യനാവണോ? വേണ്ട. ഇത് 4 ചെയ്യുകയാണെങ്കിൽ വ്യാപാര ചതുഷ്ടയം എന്നൊക്കെയാണ് ആചാര്യന്മാർ പറയുക. ഈ 4 കാര്യം ചെയ്യാനാണെങ്കിൽ നമ്മൾ മനുഷ്യനാണെന്ന് പറയേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പൊ എന്താ ഈ മനുഷ്യ ശരീരത്തിന്റെ ഉപയോഗം? വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദിസ് ഇൻസ്ട്രുമെന്റ്? മനുഷ്യ ശരീരം എന്ന ഉപകരണത്തിന്റെ ഉപയോഗം എന്താ? ഈ മനുഷ്യ ശരീരം കൊണ്ട് നേടേണ്ടതെന്താ? ഈ മനുഷ്യ ശരീരത്തിന്റെ ലക്ഷ്യമെന്താ? അത് നമുക്ക് എവിടെന്നാ കിട്ടുക? അതാണ് ഏകാദശ സ്കന്ധത്തില് ഭാഗവതം എന്ന ആ പുസ്തകത്തിലാണ്, ആ യൂസർ മാനുവലാണ് ഈ മനുഷ്യ ശരീരം എങ്ങനെ ഉപയോഗിക്കാമെന്ന യൂസർ മാനുവൽ. AC എങ്ങനെ പ്രവർത്തിപ്പിക്കാം, TV എങ്ങനെ പ്രവർത്തിപ്പിക്കാം, വാഷിംഗ് മെഷീൻ എങ്ങനെ പ്രവർത്തിപ്പിക്കാം എന്ന് അന്വേഷിച്ച് നടക്കുന്ന മനുഷ്യന് അറിയാത്തതായ കാര്യം ഈ മനുഷ്യ ശരീരം എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിന്റെ യൂസർ മാനുവൽ. അതാണ് ഭാഗവതം എന്ന ശാസ്ത്രം. എന്താ ശാസ്ത്രം? അനേക വ്യാഖ്യാനങ്ങളുടെ ശാസ്ത്രമെന്ന്. ഇതം ഭാഗവതം ശാസ്ത്രം എന്നാണ് പറയുക. എന്താ ശാസ്ത്രം? ശാസ്തി ഇതി ശാസ്ത്രം. നമ്മളെ ശാസിക്കുന്നതെന്തോ, ഉപദേശിക്കുന്നതെന്തോ, നേർവഴി നയിക്കുന്നതെന്തോ അത് ശാസ്ത്രം. ശാസനാൽ ത്രായതേ. നമ്മുടെ ഉപദേശം കൊണ്ട് നമ്മളെ രക്ഷിക്കുന്നു. ഈ ക്ലേശപൂർണമായ ജീവിതത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നു. പ്രവൃത്തിർവ നിവൃത്തിർവ നിത്യേന കൃതകേനവ നൃണാം യേനോപദിശ്യേത തൽശാസ്ത്രം അഭിധീയതേ. പ്രവൃത്തി മാർഗത്തിൽ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യനെ നിവൃത്തിമാർഗത്തിലേക്ക്, മോക്ഷമാർഗത്തിലേക്ക് യാതൊന്നാണോ ഉപദേശിക്കുന്നത് അത് ശാസ്ത്രം. അപ്പൊ ഈ മനുഷ്യ ശരീരം കൊണ്ട് നേടേണ്ടത് നിവൃത്തിമാർഗമാണ്, മോക്ഷമാർഗമാണ്, കൈവല്യമാണ്, ആനന്ദമാണ്, നിത്യാനന്ദമാണ്. ഇതാണ് ഭാഗവതം നമുക്ക് പറഞ്ഞു തരിക. ഏകാദശ സ്കന്ധത്തില് 19ാമത്തെ അധ്യായത്തില് കർമ്മയോഗത്തിനെ കുറിച്ച് പറയുമ്പോൾ 19, 20 അധ്യായങ്ങളിൽ ഭഗവാൻ പറയും ഭക്തിയോഗം, കർമ്മയോഗം, ജ്ഞാനയോഗം. ഇത് പറയുമ്പോ ഭഗവാൻ പറയും നിർദേഹമാദ്യം സുലഭം സുദുർലഭം. വളരെ ദുർലഭമായിട്ട് കിട്ടുന്നതാണ് നമുക്ക് ഈ മനുഷ്യ ശരീരം. അതെങ്ങനെ? പ്ലവം, പൊങ്ങിക്കിടക്കുന്നതാണ്. പ്ലവം എന്ന് പറഞ്ഞാൽ പൊങ്ങുതടി, കപ്പൽ, വഞ്ചി എന്നൊക്കെ അർത്ഥം. ഈ സംസാരമാകുന്ന സാഗരത്തിൽ മുങ്ങിപ്പോവാത്തതാണ്. സംസാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ദുഃഖപൂർണമായിരിക്കുന്ന ജീവിതത്തിനെയാണ് സംസാരം എന്ന് പറയുക. സംസാരത്തിന് ഓരോ ഭാഷയില് ഓരോന്നാണ് കേട്ടോ അർത്ഥം. സംസ്കൃതത്തിലെ സംസാരത്തിന് ക്ലേശപൂർണമായ ജീവിതം എന്നർത്ഥം. മലയാളത്തിലെ സംസാരത്തിന് നാവുകൊണ്ട് ചെയ്യുന്ന വർത്തമാനം. ഇനി തമിഴിന്റെ സംസാരം, അതിന് വേറെയാണ് അർത്ഥം. അപ്പൊ ഈ സംസാരം എന്ന സംസ്കൃത പദം ആ ക്ലേശപൂർണമായിരിക്കുന്ന ജീവിതത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനായിട്ടുള്ള വഞ്ചിയാണ്, കപ്പലാണ് ഈ മനുഷ്യ ശരീരം. പ്ലവം, നിർദേഹമാദ്യം സുലഭം സുദുർലഭം പ്ലവം സുകൽപ്പം. വെൽ ഡിസൈൻഡ് എന്ന് പറഞ്ഞു. നന്നായിട്ട്
സംവിധാനം ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ ശരീരം. കണ്ണുകൊണ്ട് കാണാൻ പറ്റും, ചെവി കൊണ്ട് കേൾക്കാൻ പറ്റും, നാവുകൊണ്ട് സ്തുതിക്കാൻ പറ്റും, കൈകൾ കൊണ്ട് കൂപ്പാൻ പറ്റും, കാലുകൾ കൊണ്ട് പ്രദക്ഷിണം വയ്ക്കാൻ പറ്റും, മനസ്സുകൊണ്ട് സ്മരിക്കാൻ പറ്റും. വേറെ ഏത് ജീവിക്ക് സാധിക്കും ഇത്? കുയില് പാട്ട് പാടും, നമ്മൾ പറയാറുണ്ട്. തത്ത പാട്ട് പാടും, നമ്മൾ പറയാറുണ്ട്. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ എന്ന് പാടാൻ കുയില് പാടണ കേട്ടോ? അങ്ങനെ എപ്പോഴെങ്കിലും? തത്ത പാടണ കേട്ടോ എപ്പോഴെങ്കിലും? ലോകത്തിൽ ഒരു ജീവിക്കേ പറ്റുള്ളൂ രണ്ട് കാലുമ നടക്കുന്ന ഒരു ജന്തുണ്ട്. ആ രണ്ട് കാലുമ നടക്കുന്ന ജന്തുവിനെയാണ് മനുഷ്യൻ എന്ന് പറയുക. ആ മനുഷ്യന് മാത്രമേ നാവുകൊണ്ട് ഭഗവാനെ സ്തുതിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്തിനായി ഈ നാവ് തന്നിരിക്കുന്നത്? വാണി ഗുണാനുകഥനെ, ഭഗവാനെ സ്തുതിക്കാനാണ്. അപ്പൊ ഈ ശരീരം തന്നിരിക്കുന്നത് എന്തിനാ? ഏകാന്ത ലാഭം വചസോരപുംസാം സുശ്ലോകമൗലർ ഗുണവാദമാഹു. ഭഗവാന്റെ നാമകീർത്തനങ്ങൾ ചൊല്ലാനാണ് ഈ നാവ് തന്നിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ അതുകൊണ്ട് അതാണോ ചെയ്തത്? കാലത്ത് എണീറ്റിട്ടെ ഇതേ നിമിഷം വരെ നമ്മൾ നാവുകൊണ്ട് പറഞ്ഞത് ഭഗവാന്റെ കാര്യമാണോ ഭഗവാൻ അല്ലാത്ത കാര്യമാണോ? നമ്മൾ സ്വയം മാർക്കിട്ടാ മതി. 100-ല് 10 മാർക്ക് തികച്ച് കിട്ടുമോ? നമുക്ക് പല സ്ഥലങ്ങളിൽ, പല സപ്താഹവേദികളിലെ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം കാര്യങ്ങൾ പറഞ്ഞോ? ഗോവിന്ദ ഗോവിന്ദ ആരും പറയില്ല. അതാണ് വ്യത്യാസം. സാധാരണ സത്താവിന് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം പങ്കെടുക്കുന്നു. അടുത്തിരിക്കുന്ന ആള് പറയുന്നുണ്ടോന്ന്? അടുത്തിരിക്കുന്ന ആള് പറയുന്നുണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിലല്ലോ ഞാനായിട്ട് പറഞ്ഞ ഒരു ചമ്മലല്ലോ. അതിനു പകരം ഇവിടെയാണ് പുറത്തേക്കങ്ങനെ കടന്നാൽ നമ്മുടെ നാവിന്റെ ശക്തി കാണണം. അന്തരീക്ഷത്തിൽ വിളിച്ച് സ്തംഭിപ്പിക്കും സ്തംഭിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് ഉറക്കെ അണ്ടകടാഹൻ ഞെട്ടി വിറക്കണത് പോലെയാണ് നമ്മുടെ ശബ്ദം. അപ്പൊ നമ്മൾ ചിന്തിച്ചാൽ മതി, ഇന്നത്തെ കലിയുഗ മനുഷ്യൻ ചിന്തിച്ചാൽ മതി, ഈ നാവ് കൊണ്ട് നമ്മൾ പറഞ്ഞത് ഭഗവാന്റെ കാര്യമാണോ അല്ലയോ? അതിനു വേണ്ടിയിട്ടല്ലേ ഭഗവാൻ നാവ് തന്നത്? ലോകത്തിൽ നമുക്ക് മാത്രമേ ആ ശക്തിയുള്ളൂ. ശ്രുതശ്ച കേൾക്കുകയും ചെയ്യുക. സജ്ജനങ്ങൾ പറയുന്നതായ ഭഗവാന്റെ കഥകൾ കേൾക്കുക. ഇതിനാണ് ഈ മനുഷ്യ ശരീരം തന്നിരിക്കുന്നത് എന്നർത്ഥം. ഭാഗവതത്തിന്റെ മാഹാത്മ്യം എന്ന് പറഞ്ഞിട്ട് ഇയാള് പറഞ്ഞത് ആ ഭാഗത്തേക്ക് നിർത്തുന്നില്ലല്ലോ എന്ന് ചിന്തിക്കേണ്ട. 10-25 സപ്താഹയിൽ ഇവിടെ നടക്കണു. 25 കാല ദ്വന്ദ്വകാരിയുടെ കഥയും ഭക്തിദേവിയുടെ കഥയും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കഥ പറയാത്തത്. അപ്പൊ കഥകളൊക്കെ എന്നേക്കാൾ നന്നായിട്ട് നിങ്ങൾക്കറിയാം. അപ്പൊ പിന്നെ കഥകൾ പ്രവേശിക്കാത്ത അതുകൊണ്ടാണ്. എന്തിനായി മനുഷ്യ ശരീരം അറിയണമല്ലോ. അപ്പൊ ഭാഗവതത്തിന്റെ മാഹാത്മ്യം വായിക്കണമെങ്കിൽ ഭാഗവതം നമ്മളായിട്ട് എന്താ ബന്ധം അറിയണ്ടേ? ആദ്യം ഭാഗവതം എന്താണെന്നറിയണം. ഭഗവാന്റെ ലീലകളുടെ സംഗ്രഹമാണ് ഭാഗവതം. അതെന്താ സംഗ്രഹം എന്ന് പറഞ്ഞ് 7 ദിവസത്തിൽ കേൾക്കുന്നത് സംഗ്രഹമോ? 335 അധ്യായങ്ങളില് 12 സ്കന്ധങ്ങളിലായിട്ട് 18,000 ഗ്രന്ഥങ്ങളിൽ പറയണത് സംഗ്രഹോ? അതെ, സംഗ്രഹമാണ്. ഏകാദശ സ്കന്ധത്തിൽ ദ്രുമിളൻ എന്ന യോഗീശ്വരൻ പറയും, യോവ അനന്തസ്യ ഗുണാനന്ദാൻ അനുക്രമിഷ്യൻ സതുബാല ബുദ്ധീന. ഭഗവാന്റെ മാഹാത്മ്യത്തിനെ പൂർണ്ണമായിട്ട് പറയാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് മണ്ടത്തരാണ്. രജാംസി ഭൂമിർ ഗണയിൽ കഥഞ്ചിൽ കാലേന. ആയുസ്സുണ്ടെങ്കിൽ ഈ ഭൂമിയിലുള്ള മൺതരികൾ വേണമെങ്കിൽ എണ്ണ തീർക്കാം. യാവത്യോ സികത ഭൂമി. ഭൂമണ്ഡലത്തിൽ എത്ര മണത്തരികളുണ്ടോ, യാവത്യോ ദിവി താരക. ആകാശത്തിൽ എത്ര നക്ഷത്രങ്ങളുണ്ടോ, യാവത്യോ വർഷധാരാശ്ച. മഴ പെയ്യുമ്പോൾ എത്ര വെള്ളത്തുള്ളി വീണു. ആയുസ്സുണ്ടെങ്കിൽ വേണമെങ്കിൽ എണ്ണ തീർക്കാം. നൈവാഖില ശബ്ദതി ധാമന. ആയുസ്സുണ്ടെങ്കിലും ഭഗവാന്റെ മാഹാത്മ്യം പറയാൻ നവക്തം വരുഷശതൈരപി. 100 കൊല്ലം ഇരുന്ന് ഇരിപ്പിൽ പറഞ്ഞാലും തീരില്ല. അതുകൊണ്ട് ആ സംഗ്രഹം എന്ന് പറഞ്ഞത്
അപ്പൊ ഭഗവാന്റെ ലീലകളുടെ ചുരുക്കമാണ് ഭാഗവതം. ആ ഭാഗവതത്തിന്റെ മാഹാത്മ്യം എന്താണ് എന്നാണ് നമ്മൾ അനുസ്മരിക്കാൻ പോണത്, അല്ലെങ്കിൽ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഭാഗവതവും നമ്മളും തമ്മിൽ എന്താ ബന്ധം എന്നറിയണ്ടേ? നമ്മൾ ഭാഗവതം തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാവണ്ടേ? എന്താ ബന്ധം? ഇത് പറയാൻ വേണ്ടിയിട്ടാ പറഞ്ഞത്. അപ്പൊ ആദ്യം ഈ മനുഷ്യ ശരീരത്തിന്റെ സാഫല്യം നമ്മൾ അറിയണം. ഈ മനുഷ്യ ശരീരം എന്ന് പറയുന്നത് അച്യുതമായിരിക്കുന്ന, നശിക്കാത്തതായിരിക്കുന്ന, നിത്യമായിരിക്കുന്ന ആനന്ദം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ആഹാര നീഹാര നിദ്ര മൈഥുനങ്ങളെല്ലാം ഈ ശരീരം കൊണ്ട് നമ്മൾ നേടേണ്ടത്. ഇതെവിടെയാ വ്യക്തമായിട്ട് പറയാന്നറിയോ? പഞ്ചമസ്കന്ധത്തില് 5ാം അധ്യായത്തില് 1-ാമത്തെ ശ്ലോകം, ഋഷഭയോഗീശ്വരന്റെ ഉപദേശം. 27 ശ്ലോകങ്ങളിലുള്ള 1-ാമത്തെ 5-1 എന്ന് ഓർത്തിരിക്കുക. 5-ാമത്തെ സ്കന്ധം 5-ാമത്തെ അധ്യായം 1-ാമത്തെ ശ്ലോകം. അവിടെ ഋഷഭയോഗീശ്വരൻ പറയും, നായം ദേഹോ ദേഹഭാജാം നിർലോകെ കഷ്ടാൻ കാമാനരിഹതേ വിഡ്ഭുജാമ്യേ. വിഡ്ഭുക്കുകളെ പോലെ, മലത്തിനും ജന്തുക്കളെ പോലെ ആഹാരനിഹാരാദികൾ ചെയ്യാനുള്ള ഈ ശരീരം പിന്നെന്തിനാ? തപോ ദിവ്യം പുത്രക ഏന സത്വം ശുദ്ധ്യസ്മൽ ബ്രഹ്മസൗഖ്യം ത്വനന്തം. അനന്തമായിരിക്കുന്ന ബ്രഹ്മസൗഖ്യം നേടാൻ വേണ്ടിയിട്ടാണ് ഈ ശരീരം. ഇതാണ് ഭാഗവതം നമ്മളെ പഠിപ്പിച്ചു തരണേ. എന്തിനാ മനുഷ്യ ശരീരം കിട്ടിയത്? നിത്യമായിരിക്കുന്ന ആനന്ദം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ നിത്യമായിരിക്കുന്ന ആനന്ദം അത് കിട്ടാനായിട്ടാണ് ഈ മനുഷ്യന്റെ ശരീരത്തിനെ ഉപയോഗപ്പെടുത്തേണ്ടത്. അതാണ് മനുഷ്യത്വം എന്ന് പറഞ്ഞത്. അപ്പൊ ഒരു മനുഷ്യന്റെ ശരീരം കിട്ടിയാൽ ആദ്യം ഉണ്ടാവേണ്ട ഫസ്റ്റ് ക്വാളിറ്റി മനുഷ്യത്വം, നിത്യാനിത്യ വസ്തു വിവേകം. രണ്ടാമത്തത് എന്താ? മുമുക്ഷുത്വം. എന്താ മുമുക്ഷുത്വം? മോക്തും ഇച്ഛാ മുമുക്ഷത. മുക്തി നേടാനുള്ള, മോക്ഷം നേടാനുള്ള, ആനന്ദം നേടാനുള്ള താല്പര്യം. ഇതാണ് മുമുക്ഷുത്വം എന്ന് പറയാം. അപ്പൊ 1-ാമത്തെ യോഗ്യത മനുഷ്യത്വം, 2-ാമത്തെ യോഗ്യത മുമുക്ഷുത്വം, 3-ാമത്തേത് അതെങ്ങനെ കിട്ടും? മഹാപുരുഷ സംശ്രയത്വം, സജ്ജന സംസർഗം എന്നർത്ഥം. സജ്ജന സംസർഗത്തിലൂടെയാണ് നമുക്ക് ഈ നിത്യാനന്ദത്തിനെ കിട്ടാൻ വഴി. സജ്ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഉദ്ധവൻ ചോദിക്കുന്നുണ്ട് ഭഗവാനോട്. മറ്റന്നാള് കാണാം ദേവഹൂതി കപിലവാസുദേവനോട് ചോദിക്കുന്നുണ്ട്, ആരാ സജ്ജനം? ഭഗവാന്റെ കഥകളിൽ നിരന്തരം മുഴുകിയിരിക്കുന്നവര്, മയി അനന്യേന ഭാവേന, മറ്റൊന്നും ചിന്തിക്കാതെ ഭഗവാനെ ചിന്തിച്ചിരിക്കുന്നവരെയാണ് സജ്ജനങ്ങൾ എന്ന് പറയാം. നമുക്ക് എത്ര സമയം മിത്രാനന്ദപുരത്തപ്പനെ ധ്യാനിക്കാൻ പറ്റുന്നുണ്ട്? എത്ര മണിക്കൂർ വേണ്ട, മിനിറ്റ് വേണ്ട, അത് ചോദിക്കില്ല. എത്ര സെക്കൻഡ് പറ്റും? മിത്രാനന്ദപുരത്തപ്പന്റെ അതിമനോഹരമായിട്ടുള്ള രൂപം മനസ്സിൽ എത്ര സെക്കൻഡ് തങ്ങി നിൽക്കും? അയ്യോ, അപ്പൊ ചെന്നിട്ട് വീട്ടിൽ എന്തൊക്കെ പരിപാടി, ഈ വിദ്വാൻ എപ്പോഴാണ് നിർത്തുക? 6:50. ഇനിയിപ്പോ എപ്പോഴാണ് നിർത്തിയിട്ട് എന്താ അവിടെ ചെന്നിട്ട് ചെയ്യണേ? എന്തൊക്കെ പണി ചെയ്യാണ്ട്? നാളെ നേരത്തെ എണീക്കണം. എന്താ നിങ്ങൾ വീട്ടിലെ കാര്യം ആലോചിക്കൂ. അപ്പോഴാണ് അയ്യോ കുട്ടികൾക്ക് നാളെ സ്കൂളുണ്ട്, അപ്പൊ സ്കൂളിലെ കാര്യമായി. എന്നാ കുട്ടികളുടെ സ്കൂളിലെ കാര്യം ആലോചിക്കൂ. അപ്പൊ എനിക്ക് ഓഫീസിൽ പോകണ്ടേ? അപ്പൊ ഓഫീസിൽ കാര്യം ആലോചിക്കുക. ഒരു കൊമ്പിൽ നിന്ന് വേറൊരു കൊമ്പിലേക്ക് ചാടി ചാടി പോകുന്ന കുരങ്ങനെ പോലെയാണ് നമ്മുടെ സ്ഥിതി. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിൽക്കുവോ? ഇല്ല. മിത്രാനന്ദപുരത്ത് ഭക്തന്മാരൊക്കെയാണ് എന്നൊക്കെ നമ്മുടെ ധാരണ. പക്ഷേ മയി അനന്യേന ഭാവേന, മറ്റൊന്നും ചിന്തിക്കാണ്ട് ഭഗവാന്റെ ആ രൂപം ഉറക്കാൻ പറ്റുക. പണ്ടൊരാളൊരു വികൃതി ചോദ്യം ചോദിച്ചതുപോലെ നിത്യമായിട്ടുള്ള ആ സുഖം കിട്ടാനായിട്ട് എനിക്ക് സുഖം കിട്ടണില്ല, അതിനെന്താ മാർഗം? അപ്പൊ
ഒരു ഗുരുനാഥൻ പറഞ്ഞു, ഭഗവാനെ ധ്യാനിച്ചാൽ മതി. ഈ ഭഗവാനെ എനിക്ക് ധ്യാനിക്കാൻ പറ്റുന്നില്ല, കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. കോൺസെൻട്രേഷൻ കിട്ടാത്ത മാർഗം എന്ന് ചോദിച്ചു. അപ്പൊ കുസൃതി ചോദ്യമാണെന്ന് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, കുരങ്ങനെ ചിന്തിക്കാണ്ടിരുന്നാൽ മതി, കുരങ്ങനെ വിചാരിക്കാണ്ടിരുന്നാൽ മതി. പിന്നെ അയാളുടെ മനസ്സിൽ നിന്ന് പറയാൻ പോകും, ആ തിരുമേനി എന്തിനോ ഒന്ന് ഓർമ്മിക്കരുതെന്ന് പറഞ്ഞല്ലോ. പിന്നെ അതാ ചിന്തിക്കുക, എന്തിനെ കുറിച്ചാ പറയരുത്. ഇതാണ് നമ്മളാകുന്ന അജാമളന്മാരുടെ കുഴപ്പം. അതാ അജാമളൻ അങ്ങനെയല്ലേ, കാണാൻ പാടില്ലാത്തത് കണ്ടു, എന്താ കേൾക്കരുത് എന്ന് പറഞ്ഞേ അതേ കേൾക്കുള്ളൂ. ഒരു ന്യൂസ് നാട്ടിൽ ഫ്ലാഷ് ആവാൻ എന്താ എളുപ്പമാർഗം? ആരോടും പറയരുതെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ പെട്രോൾ ഒഴിച്ച് കത്തിക്കണേക്കാൾ ഫാസ്റ്റായിട്ട് ആ സംഭവം പൊക്കോളും. കർണേ കർണേ ജപഞ്ജന, സത്രാജിത്തിന്റെ കഥ 6-ാം ദിവസം കാണാലോ, ശമന്തകോപാഖ്യാനം. സത്രാജിത്തിനെ തല്ലിക്കൊന്ന ഭഗവാൻ ശമന്തക അപഹരിക്കുന്ന നോട്ടീസൊന്നും അടിച്ചില്ല. സത്രാജിത്ത് ഒരാളോട് പറഞ്ഞേ ഉള്ളൂ, അത് മതി. ഇതാണ് നമ്മളാകുന്ന അജാമിളന്മാരുടെ കുഴപ്പം. ആരാ അജാമിളൻ? അജയാ മിളനം യസ്യ സ അജാമിള, മായാബദ്ധനായ ജീവാത്മാവ്. അപ്പൊ അവന്റെ മനസ്സ് നേരെ ചൊവ്വിയിരിക്കില്ല. അപ്പൊ ഭഗവാനെ നിരന്തരമായിട്ട് ഉപാസിക്കുന്നതായ ആൾക്കാരെയാണ് സജ്ജനങ്ങൾ എന്ന് പറയാം. മദാശ്രയ കഥാമൃഷ്ട ശൃണ്വന്തി കഥയന്തി ച, എന്റെ കഥകൾ നിരന്തരമായിട്ട് കേൾക്കുകയും പറയുകയും ചെയ്യുന്നവരെയാണ് സജ്ജനങ്ങളെന്ന് പറയാം. ആ സജ്ജനങ്ങളുമായിട്ട് സമ്പർക്കം വന്നാലോ, മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം ഒരു സൗരഭ്യം എന്ന് പറയണത് പോലെയാണ്. മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം ഒരു സൗരഭ്യം. ഇതറിയണമെങ്കിൽ എവിടെ പോകണമെന്നറിയോ? വൃന്ദാവനത്തിൽ പോകണം. ഇവിടെ ഇരിക്കുന്നതിൽ വൃന്ദാവനത്തിൽ പോയ എത്ര പേരുണ്ടോ അത് കൈപോകാം. ഇത്ര ആൾക്കാരിൽ 4 പേരോ? കഷ്ടാണ് കേട്ടോ. അത് പോരാ. കാണാൻ വിറ്റു ഓണം ഉണ്ണണമെന്ന് പറഞ്ഞതുപോലെ എന്ത് വിറ്റ് പറക്കുകയാണെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ വൃന്ദാവനത്തിൽ പോകണം. എന്തൊക്കെ വിറ്റ് എത്രയോ കാശ് നമ്മൾ വെറുതെ ചെലവാക്കണം. ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഓടി നടന്നതായിട്ടുള്ള ആ മണലിൽ കിടന്ന് ജനലക്ഷങ്ങളാ ഉരുളണേ, ജനലക്ഷങ്ങളാ ഉരുളണേ. ഭഗവാന്റെ കേമത്തം പറയല്ല കേട്ടോ, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് 4 പ്രാവശ്യം പോകാൻ പറ്റി, 4 പ്രാവശ്യം ഉരുളാൻ പറ്റി. ജനലക്ഷങ്ങളാ ഉരുളണേ. അവിടെ ചെല്ലണമെങ്കിൽ ഭാഗ്യം ചെയ്യണം. ആ വൃന്ദാവനത്തിൽ പോയ ദശമസ്കന്ധം നമുക്ക് ശ്രീകൃഷ്ണ ലീലകൾ ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ വൃന്ദാവനത്തിൽ പോകണം. എന്നെങ്കിലും ഒരു പ്രാവശ്യം പോവാ ജീവിതത്തിൽ. ഇല്ലെങ്കിൽ നമ്മുടെ മനുഷ്യജന്മം എന്ന് പറഞ്ഞാൽ പാഴാണ്. ആ വൃന്ദാവനത്തിൽ പോകണം. നിങ്ങളോടുള്ളൊരു അപേക്ഷയാണ് എനിക്ക്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ വൃന്ദാവനത്തിൽ പോവാ. ഒരു പ്രാവശ്യം പോയാൽ എല്ലാ കൊല്ലം പോകണം തോന്നുന്നുണ്ട്. അതാ വൃന്ദാവനത്തിന്റെ പ്രത്യേകത. ഭക്തി നൃത്യതി എന്ന ഭാഗവതം പറഞ്ഞ് ആ ഭക്തി സദാസമയത്തും നൃത്തം ചെയ്യുന്നതാണ്. ആ വൃന്ദാവനത്തില് ഉദ്ധവൻ നമസ്കരിച്ച മണലാരണ്യത്തിൽ കൂടെ ആ മണലിലാണ് നമ്മൾ നടക്കുന്നത് എന്ന് അറിയുമ്പോ അക്രൂരൻ നമസ്കരിച്ച ആഴി നേർവർണ്ണന്റെ ചേവടിത്താരിണ പൂഴിയിൽ പൂണ്ടങ്ങു കാണുന്നേരം ആഴം പൂണ്ടിടുന്നോരാമോദം തന്നാലെ പൂഴിയിൽ വീണങ്ങൊരുണ്ടഞ്ചമ്മേ. അക്രൂരൻ കിടന്ന് ഉരുണ്ട സ്ഥലത്ത് നമുക്ക് ഉരുളാം. ഭഗവാന്റെ ധ്വജം പങ്കുശം യവം തുടങ്ങിയുള്ള അടയാളങ്ങളോട് കൂടിയ പാദങ്ങൾ സ്പർശിച്ച ആ പുണ്യഭൂമിയിൽ നമുക്ക് കിടന്ന് ഉരുളാം. ഭഗവാൻ മണ്ണപ്പം ഉണ്ടാക്കി കളിച്ചിരുന്ന മുന്നിൽ നമുക്ക് പോയി മണ്ണപ്പം ഉണ്ടാക്കാം. കണ്ണീന്ന് കൂട്ടുകൂട്ടാന്ന് കണ്ണുനീര് വരും. ഇത് മനസ്സിലാക്കണമെങ്കിൽ അവിടെ പോകണം. ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ പോകണട്ടോ, ഒരു പ്രാവശ്യമെങ്കിലും വൃന്ദാവനത്തിൽ പോകണം. ഞാൻ പറഞ്ഞു വന്നത് ഈ സത്സംഗത്തിന്റെ മഹിമ അറിയണമെന്നുണ്ടെങ്കിൽ വൃന്ദാവനത്തിൽ പോകണം. വൃന്ദാവനത്തിൽ ചെന്നു കഴിഞ്ഞാൽ അവിടെ ചെന്നാൽ എല്ലാവരുടെ മുഖത്തു നിന്നും ഒരൊറ്റ വാക്കേ വരുള്ളൂ, രാധേ 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 രാധേ. അവിടെ ആണില്ല, പെണ്ണില്ല, വൃദ്ധനില്ല, ബാലനില്ല, പശുവില്ല, മൃഗമില്ല, ഒന്നുമില്ല. എല്ലാവരും രാധേ രാധേ രാധേ. ഗുഡ് മോർണിംഗ് ഇല്ല, ഗുഡ് ആഫ്റ്റർനൂൺ ഇല്ല, ഗുഡ് ഈവനിംഗ് ഇല്ല, ഗുഡ് നൈറ്റ് ഇല്ല, നമസ്തേ ഇല്ല, ഹരികൃഷ്ണൻ പോലും ഇല്ല. രാധയാണ്.
അവിടുത്തെ ആൾക്കാർ പറയാ രാധാറാണിയുടെ പെർമിഷൻ ഉണ്ടെങ്കിലേ വൃന്ദാവനത്തിലേക്ക് വരാൻ പറ്റുള്ളൂ. ബാങ്കെ ബിഹാരി നിന്ന് നമ്മളെ ഗുരുവായൂരപ്പറ്റ് പറയുന്നത് അവിടെ ബാങ്കെ ബിഹാരി എന്നാ പറയാം. ബാങ്കെ ബിഹാരി ലാലിന്റെ എല്ലാ അനുവാദം വേണ്ടേ, രാധാറാണിയുടെ അനുവാദം വേണം നിങ്ങൾക്ക് വൃന്ദാവനത്തിൽ കാലുകുത്തണമെങ്കിൽ. ഇല്ലെങ്കിൽ എന്തെങ്കിലും അപകടം ഉണ്ടാവും, ഇല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അസൗകര്യം ഉണ്ടാവും, വൃന്ദാവനത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. അവിടെയുള്ള സകല ആൾക്കാർ രാധേ 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 രാധേ. ക്രോധം വന്നാൽ, ദേഷ്യം വന്നാല്, സന്തോഷം വന്നാല്, സങ്കടം വന്നാല് അവരുടെ മുഖത്ത് വരില്ല. ഒരു തവണ ഞങ്ങൾ ചെന്ന സമയത്ത് ഞങ്ങൾ പോകുന്ന വാഹനത്തിന്റെ ഡ്രൈവറും എലുവസുന്ന വാഹനത്തിന്റെ ഡ്രൈവറും തമ്മിൽ ഗംഭീര വഴക്ക്. രാധേ രാധേ എന്ന് പറഞ്ഞാൽ അവർ ചീത്ത പറയണേ. അവിടെ പേരില്ല. ശബരിമലയ്ക്ക് പോകുന്ന എല്ലാവരെയും സ്വാമി എന്ന് വിളിക്കുന്നത് പോലെ അവിടെ രാധേ രാധേന്നേ ഉള്ളൂ. ഏത് വികാരം വന്നാലും ആ വൃന്ദാവനത്തിൽ ചെന്നാൽ നമ്മളെ രാധേ രാധേ എന്ന് വിളിക്കും. നമുക്ക് തുള്ളിക്കളിക്കാം. അവിടെ ഒരു പരിചയമില്ലാത്ത ജനലക്ഷങ്ങളാണ് മറ്റുള്ളവരുടെ കൂടെ തുള്ളിക്കളിക്കുന്നത്. നമ്മളും തുള്ളും. അയ്യപ്പൻ തിന്തകത്തോ എന്ന് പറഞ്ഞ പേട്ട തുള്ളുന്ന പോലെ അവിടെ ചെന്നാൽ നമ്മൾ തുള്ളും രാധേ രാധേ എന്ന് പറഞ്ഞു. അപ്പോൾ വൃന്ദാവനത്തിൽ ചെല്ലുന്ന നമ്മുടെ മുഖത്തു നിന്നും രാധേ രാധേ എന്ന് വരും. അതിന് വൃന്ദാവനത്തെ തിരിച്ച് തൃശ്ശൂര് ട്രെയിൻ ഇറക്കി കഴിഞ്ഞാൽ ഹലോ പഴയ വാക്ക് കൊടുത്തിട്ടുണ്ട്. രാധാറാണിയെ നമ്മൾ വൃന്ദാവനത്തിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്നു. എന്താ നമ്മൾ അവിടെ വെച്ച് രാധേ രാധേ എന്ന് പറഞ്ഞ്? മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാകും ഒരു സൗരഭ്യം. സജ്ജന സംസർഗം വരുമ്പോ നമ്മുടെ ഉള്ളില് തന്നെത്താനെ ആ ഭക്തി വരും എന്നർത്ഥം. അപ്പൊ സജ്ജന സംസർഗമാണ് മഹാപുരുഷ സംശ്രയത്വം. ഭഗവാന്റെ കഥകൾ പറയുകയും കേൾക്കുകയും ചെയ്യുന്ന സജ്ജനങ്ങളുമായിട്ട് നിരന്തരം സമ്പർക്കം വന്നു കഴിഞ്ഞാൽ ആ ഭഗവാന്റെ കഥകളെ നമുക്ക് നിരന്തരമായിട്ട് കേൾക്കാൻ പറ്റും. ആ ഭഗവാന്റെ കഥകളാകുന്ന വൈഖരി ഇപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം, നാദബ്രഹ്മമെന്നോ ശബ്ദബ്രഹ്മമെന്നോ വൈഖരി എന്നോ ഒക്കെ പറയുന്ന ആ വാക്കുകൾ ചെവികളിലൂടെ നമ്മുടെ മനസ്സാകുന്ന താമരപ്പൂവിലെത്തും. പ്രവിഷ്ട കർണരന്ധ്രേണ സ്വാന ഭാവസരോരുഹം ധുനോതിശമലം കൃഷ്ണ. സകല മനോമാലിന്യങ്ങളെയും അകറ്റിക്കളയും അത്. അതുകൊണ്ടാണ് ശ്രവണം സർവധർമ്മേഭ്യോ വരം എന്ന് സനകാദികളോട് ശ്രീനാരദ മഹർഷി പറഞ്ഞത്. ശ്രവണമാണ് ഏറ്റവും പ്രധാനം. ഭഗവാന്റെ കഥകൾ കേൾക്കുക. റേഡിയോന്റെ പരസ്യം കേട്ടിട്ടില്ലേ? കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ എന്ന്. മുഹുരഹോ 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 എഗെയിൻ ആൻഡ് എഗെയിൻ ആൻഡ് എഗെയിൻ ആൻഡ് എഗെയിൻ ആൻഡ് എഗെയിൻ. എപ്പോഴൊക്കെ ഭാഗവതം കേൾക്കാൻ പറ്റുമോ അപ്പോഴൊക്കെ ഭാഗവതം കേൾക്കുക. അങ്ങനെ ഭാഗവതം കേട്ട് 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 നേരത്തെ പറഞ്ഞ ആ സാധനം ഇല്ലാണ്ടാവും. എന്ത് സാധനം? എന്റെ എന്നുള്ള സാധനം ഇല്ലാണ്ടാവും. പണ്ട് ശ്രീബുദ്ധന്റെ അടുത്ത് ഒരു സ്ത്രീ ചെന്നുത്രേ. ബുദ്ധന്റെ വാക്കുകളൊക്കെ ശ്രീബുദ്ധന്റെ വാക്കുകൾ എഴുതി വെച്ചേക്കണം. ആ ഭഗവാൻ ബുദ്ധന്റെ അടുത്ത് ഒരു സ്ത്രീ ചെന്നു. ഒരു കുട്ടികൾക്ക് വായിക്കാവുന്ന ചന്ദമാമ അങ്ങനെ ഒരു ഇംഗ്ലീഷ് മാഗസീനിൽ കണ്ടതാണ്. ഒരു മിനി കഥ, ചെറിയൊരു മിനി കഥ. ആ സ്ത്രീ ചെന്നത് ഇംഗ്ലീഷിലാണ് വാക്കുകൾ കേട്ടോ. ബുദ്ധനോട് ആ സ്ത്രീ പറഞ്ഞു, ഐ വാണ്ട് ഹാപ്പിനെസ്. ഇതാണ് ആ സ്ത്രീ പറഞ്ഞത്. എനിക്ക് ആനന്ദം വേണം, സന്തോഷം വേണം. ഐ വാണ്ട് ഹാപ്പിനെസ്. ഇതാണ് ആ സ്ത്രീ പറഞ്ഞത്. ഭഗവാൻ ബുദ്ധൻ പുഞ്ചിരിച്ചോണ്ട് പറഞ്ഞു, ആദ്യം എന്താ ചെയ്യേണ്ടതെന്നറിയോ? ആദ്യത്തെ ആ വാക്കുകൾ വിട്ടിക്കളയും. എന്താ? ഐ വിട്ടിക്കളയാൻ. അപ്പൊ എന്തായി? വാണ്ട് ഹാപ്പിനെസ്. രണ്ടാമത്തെ വാക്കുകൾ വിട്ടിക്കളയും. എന്ത്? വാണ്ട്, എനിക്ക് വേണം വേണം. അപ്പൊ എന്തായി? അയ്യം വാണ്ട് പോയപ്പോ ബാക്കി എന്തുണ്ട്? ഹാപ്പിനെസ്. അപ്പൊ ഹാപ്പിനെസ് കിട്ടാൻ എന്താ മാർഗം? ഐ വാണ്ട് ഐ വാണ്ട് ഐ വാണ്ട്. ഇത് വിട്ടിക്കളഞ്ഞാൽ മതി. അപ്പൊ എന്റെ എന്നുള്ള ഭാവം അങ്ങടെ മാറ്റിക്കളഞ്ഞാൽ ആനന്ദമായി എന്നർത്ഥം. അപ്പൊ നമ്മുടെ മനസ്സ് എന്ന് പറയണത് ഈ എന്റെ എന്നുള്ള ക്ലാവ് പിടിച്ച ഓട്ടുപാത്രം പോലെയാണ്. ആ ഓട്ടുപാത്രത്തിന്റെ ക്ലാവ് സാധാരണ വെള്ളമൊഴിച്ച് തേച്ചാൽ പോയില്ല, ചാരോട്ട് തേച്ചാൽ പോയിന്ന് വരില്ല, മണ്ണിട്ട് തേച്ചാൽ പോയിന്ന് വരില്ല, പുളിയിട്ട് തേച്ചാൽ പോയിന്ന് വരില്ല. എത്ര പ്രാവശ്യം പ്രക്ഷാളനം ചെയ്താലാണോ, എത്ര പ്രാവശ്യം കഴുകിയാലാണോ നമ്മുടെ മനസ്സ്
സ്വർണപാത്രം പോലെ തിളങ്ങുക, അതേവരെ കഴുകണം. അതുകൊണ്ടാണ് ഭാഗവതം പറഞ്ഞത് മുഹുരഹോ മുഹുരഹോ, വീണ്ടും 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 ഭാഗവതമാകുന്ന തീർത്ഥം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പ്രക്ഷാളനം ചെയ്യൂ. എത്ര പ്രാവശ്യം കഴുകിയാലാണ് നിങ്ങളുടെ മനസ്സ് ആനന്ദപ്രദമാവുക എന്ന് പറയാൻ പറ്റില്ല. എന്താ അങ്ങനെ പറയാൻ കാരണമറിയോ? ഇതിപ്പോ എത്രാമത്തെ സപ്താഹമായി? ഇവിടെ 25. അത്രയും കണ്ടായില്ലേ? 25ആയി. ലോകത്തിലെ 21, 20 കൂടുതലായില്ലോ. ശരി, 20 കൂടുതലായി, സമ്മതിച്ചു. ലോകത്തിലെ ഒരൊറ്റ പ്രാവശ്യം ഭാഗവതം കേട്ട 2 പേരേ ഉള്ളൂ. 2 പേര് ഒറ്റ പ്രാവശ്യം കേട്ടിട്ടുള്ളൂ. ഒന്ന് നമ്മുടെ കഥാനായകൻ പരീക്ഷിത്ത് ഗംഗാതീരത്തിരുന്ന് ഭാഗവതം കേട്ടപ്പോ 7ാം ദിവസം വിഷ്ണുരാധൻ വിഷ്ണുപദത്തിലെത്തി. രണ്ടാമത്തെ താരാണ് ദ മോസ്റ്റ് നൊട്ടോറിയസ് ക്രിമിനൽ, ധുന്ധുകാരി, കൊള്ളരുതാത്തവൻ. ലോകത്തെ എന്തൊക്കെ വൃത്തികേട് ചെയ്തിട്ടുണ്ടോ അതൊക്കെ ചെയ്ത ആള് 7ാമത്തെ ദിവസം ഭഗവാന്റെ അടുത്തെത്തി. നമ്മളെ എത്ര സപ്താഹമായിരിക്കണം? എത്രയെന്ന് പറഞ്ഞേ? 20, 21, 25. നമ്മളെന്തേ നേരിയാവാത്ത ഭഗവാന്റെ അടുത്തെത്താത്ത എന്താ? ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ചിന്തിക്കണം. സപ്താഹം കേൾക്കുമ്പോ ഇതൊക്കെ ചിന്തിക്കണം. എന്തുകൊണ്ട് ഇത്രയും സപ്താഹം കേട്ടിട്ട് നമ്മള് ഭഗവാന്റെ അടുത്ത് എത്തിയില്ല? എന്താ കാരണം? പാത്രം മോറല് നേരിയാവണില്ല. നമ്മുടെ മനസ്സാകുന്ന പാത്രം മോറല് നേരിയാവണില്ല. കഷ്ടകാലത്തിന് മിത്രാവിന്റെ കാര്യത്തിൽ നമുക്ക് 2 ചെവികളാ തന്നേക്കണേ. വലത്തെ ചെവിയിൽ കേട്ട് ഒരു ട്രാഫിക് ബ്ലോക്കും കൂടാണ്ട് അടുത്ത ചെവികളെ പുറത്തേക്ക്. എന്താ ചെയ്യുക? സാധാരണ ടീച്ചർമാര് ക്ലാസ്സിൽ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് പഠിപ്പിച്ചു കഴിഞ്ഞാലും. എന്താ ചോദിക്കുക? അവർ കേട്ടോന്നല്ല ചോദിക്കുക ടീച്ചർമാര്, മനസ്സിലായോന്നാ അല്ലേ? മനസ്സിൽ ആയോന്ന്. മനസ്സിൽ ആയാ പിന്നെ പുറത്തേക്ക് പോവില്ല. അപ്പൊ നമ്മളാകുന്ന കലിയുഗ മനുഷ്യരുടെ കഥ എന്താ? നിങ്ങളല്ലാട്ടോ കേട്ടോണ്ടിരിക്കണം. നിങ്ങൾ മോശക്കാരെന്നല്ല ഞാൻ പറഞ്ഞു. ഇന്നത്തെ കലിയുഗ മനുഷ്യന്റെ ലക്ഷണമാണ് പറഞ്ഞത്. അതാണ് മിത്രണ്ടുപുരത്തേവരുടെ ഭക്തന്മാരെ അല്ല ഞാൻ പറഞ്ഞത്. ഇന്നത്തെ കലിയുഗ മനുഷ്യര് ഈ ഭാഗവത സപ്താഹം അവിടെ നടക്കുന്നു. ആ ഭാഗവത സപ്താഹം എന്ന് പറഞ്ഞാൽ ഇതൊന്നും നമുക്കുള്ളതല്ല. പിന്നെ അവർക്കുള്ളതാണ് നരജന്മങ്ങൾക്കുള്ളതാണ്. നരകേറിയ ജന്മങ്ങൾക്ക് ഷഷ്ടിപൂർത്തി കഴിഞ്ഞ് ശതാഭിഷേകം കഴിഞ്ഞ ഒരു പണിയില്ലാണ്ടിരിക്കണവന് ഇല്ല ചെയ്യേണ്ടതാണ്. ആ മിത്രാണ്ടുപുരത്തെ സപ്താഹം നടക്കണ്ട, പൊയ്ക്കളയാം. എന്ത് കളയാം? എന്താ കളയേണ്ടതൊന്നും കളയില്ല. എന്താ കളയണ്ടേ? എന്റെ എന്നുള്ളതാ കളയണ്ടേ, അത് കളയില്ല. ചില സപ്താഹ വേദികളിലെ ആൾക്കാർക്ക് തമ്മിൽ ആ കസേര വരുന്ന പറ്റില്ലാട്ടോ, അത് ഞാൻ സ്ഥിരീകരിക്കണതാ. ഞാൻ കണ്ടിട്ട്. അല്ലാണ്ട് ഇത് വേറൊരാൾ പറഞ്ഞ പോലെ അതിശയോക്തമില്ല. കസേരയ്ക്ക് വേണ്ടി പിടി. ആ കസേരയപ്പോൾ ഞാൻ ഇരുന്നുണ്ട്, അത് പെർമനന്റ് സീറ്റാണ്. ഈ ലോകത്തിൽ തന്നെ ഇല്ല നമുക്ക് പെർമനന്റ് സീറ്റ്. എന്നിട്ട് വേണ്ടേ സപ്താഹ വേദിയിൽ? എന്തിനാ വന്നേക്കണേ? സപ്താഹം കേൾക്കാനാ. എന്നിട്ടോ എന്റെ ഇതാണ് പ്രശ്നം. അപ്പൊ എന്റെ എന്നുള്ളത് ഉള്ളിലേക്ക് പുറത്തേക്ക് പോണെങ്കിൽ കുറച്ച് വിഷമാണ്. അതാ പറഞ്ഞേ, ധുന്ധുകാരി എന്ന നൊട്ടോറിയസ് ക്രിമിനൽ ഒരൊറ്റ പ്രാവശ്യം കേട്ടപ്പോഴേക്കും ഭഗവാന്റെ അടുത്തെത്തി. എന്താ? ധുന്ധുകാരി കേട്ടതുപോലെയല്ല നമ്മൾ കേൾക്കണേന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ 7 ദിവസം നമ്മൾ സപ്താഹം കേൾക്കുമ്പോ ഈ 7 ദിവസം നിങ്ങൾ കേട്ടില്ലേ? കുറെ തിരുമേനിമാരവിടെ വന്നിരുന്ന ഉവാച 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 കുറെ സംസ്കൃതം ചവച്ച് തുപ്പണം കേട്ടില്ലേ? കേട്ടു. എന്നിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടിയേ? 3 നേരം സുഭിക്ഷമായിട്ടുള്ള ശപാനം. ഇവിടെ രാത്രി ഉണ്ടോന്ന് ശരിയാ. അങ്ങനെയാണെങ്കിൽ 4 നേരം ഇത് കിട്ടിയെന്നല്ല പറയണ്ടേ. എന്താണ് സപ്താഹം എന്ന് പറഞ്ഞാല്? 7 അഹസ്, 7 ദിവസം കൊണ്ട് നമ്മള് 7 സ്റ്റെപ്പ് കയറണം. പടി 6 കടന്ന് അവിടെ ചെല്ലുമ്പോ ശിവനെ കാണാറാവണം. എന്താ? ശിവോഹം ശിവോഹം എന്ന പെരുമനത്ത് ദേവരാവാൻ പറ്റണം. അപ്പൊ അതിന് പകരം ഇന്നത്തെ കലിയുഗ മനുഷ്യരെങ്ങനെയാ? ശിവോഹം എന്നുള്ള ശിവത്തിന്റെ വണ്ടി ഇല്ലാണ്ട് അപ്പൊ നടക്കണം. ഏറ്റെടുക്കേ അങ്ങനെ ചത്തുപോകുന്നു ഭാവം ശിവ ശിവ. ശിവത്തിന്റെ പള്ളി പോയാൽ എന്താ ഗതി നമുക്കറിയാലോ. അപ്പൊ 7ാമത്തെ ആ പടി 6 കടന്ന് 7ാമത്തെ സ്ഥലത്തെത്തുമ്പോ ശിവനെ കാണാറാവണം. എവിടെ?
ശിവോഹം ശിവോഹം. ഏഴാമത്തെ ദിവസം നമുക്ക് പറയാൻ പറ്റണം. അതുകൊണ്ട് ഈ ശരീരം കൊണ്ട് ഈ ഭാഗവത സപ്താഹം എന്നുള്ള സത്സംഗത്തില് പങ്കെടുക്കുമ്പോ ഓരോ ദിവസവും നമ്മുടെ സ്റ്റെപ്പ് ഉയരണം. ഈ കാറിന്റെ ബസിന്റെ ഒക്കെ ടയറ് പഞ്ചറാവുമ്പോ വീല് മാറ്റാനായിട്ട് ആൾക്കാര് ജാക്കി വെച്ചിട്ട് പൊക്കണം കിട്ടില്ലേ? ഓരോ തിരിക്കും ആ ജാക്കി ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് മുകളിലേക്ക് ഇങ്ങനെ പോകും. ഇതേപോലെ സപ്താഹം കേട്ടുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ മനസ്സ് കേട്ട് കേട്ട് ഓരോ സ്റ്റെപ്പ് പൊങ്ങണം. അപ്പൊ ആദ്യം എന്താ വേണ്ടത്? ഒന്നാമത്തെ യോഗ്യത, ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താ? ശുഭേച്ഛ. ശുഭമായിരിക്കുന്ന ഇച്ഛ ഉണ്ടാവണം. മോക്ഷത്തിലേക്ക്, ഈ സംസാര സാഗരേ മഗ്നം, ഈ സംസാരത്തിൽ മുങ്ങിക്കിടക്കുന്നതായ ഈ ക്ലേശത്തിൽ നിന്ന് മോക്ഷം നേടാൻ ആഗ്രഹം ഉണ്ടാവണം. മോക്ഷത്തിനുള്ള താല്പര്യം ഉണ്ടാവണം. അതാണ് മോക്തമിച്ഛ മുമുക്ഷത എന്ന് പറഞ്ഞത്. ആദ്യം കേൾക്കണം എന്നുള്ള താല്പര്യം ഉണ്ടാവണം. ഈ സംസാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. ഇവർ ഇപ്പോഴത്തെ ആൾക്കാരുടെ ഇതെന്താ? ഇങ്ങനെയൊക്കെ അങ്ങനെ പോയാൽ മതിയെന്നേ. ഇനി നാളെ വായിക്കുമ്പോൾ കേൾക്കാം, ബ്രഹ്മാവ് നമ്മളാകുന്ന മനുഷ്യരെ സൃഷ്ടിച്ചപ്പോ മനുഷ്യർക്ക് ഒരു പ്രത്യേകത ഉണ്ടത്രേ. എന്താ പ്രത്യേകത എന്നറിയോ? ദുഃഖേച്ച സുഖമാനിനാമ. എത്ര ദുഃഖാണെങ്കിലും അതൊരു സുഖ, അതൊരു സുഖ. നേരത്തെ പറഞ്ഞില്ലേ, ഐഹികമാകും സുഖത്തിൽ അയ്യോ കൃഷ്ണ എനിക്ക് ചത്താ മതി എന്ന് പറഞ്ഞാലും നമ്മൾ പോവാൻ തയ്യാറല്ല. ഒരു ആവേശത്തിന് ഭാഗവതത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അനുസ്മരിക്കാൻ നമ്മളെ കൊണ്ടാവോ? പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് എഴുതിയത്? ഇതാർക്ക് വേണ്ടിയിട്ടാണ് എഴുതിയത്? പശുക്കൾക്ക് വേണ്ടിയിട്ടോ എഴുതിയത്? നമ്മളാകുന്ന മനുഷ്യർക്ക് അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എല്ലാ സപ്താഹ വേദികളിലും പ്രഭാഷണങ്ങളും പറയാറുണ്ട്. രണ്ട് കാര്യങ്ങളാണ്. ഭാഗവത സപ്താഹ വേദിയിൽ വരുമ്പോ രണ്ട് കാര്യങ്ങൾ ചിന്തിക്കണം. ഒന്ന്, 7 ദിവസം കൊണ്ട് ഭാഗവതത്തിൽ നിന്ന് എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? ഇതാദ്യം മനസ്സിലാക്കണ്ടേ. ഇപ്പോഴത്തെ ആള് ഭാഗവതം നേരത്തെ പറഞ്ഞില്ലേ മക്കളയാം എന്ന് പറഞ്ഞു പോവാ. ഇത് ടൈം പാസ് പോലെ ബീച്ചിൽ പോയി ഇരിക്കുന്ന പോലെ ആ സപ്താഹ വേദിയിൽ ഇരിക്കാൻ കസേരയുണ്ട്. അപ്പൊ പിന്നെ സുഖവഴി. എന്തിനാ പോണത്? അത് മനസ്സിലാക്കണില്ല. ഈ ശരീരം കൊണ്ട് നേടേണ്ടതായ അവസ്ഥ, ആ ശുഭേച്ഛ എന്ന് പറയുന്നത് അവിടെ ആ ചെന്നിരുന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ സ്റ്റെപ്പിലേക്ക്, ഈ സംസാരത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആ താല്പര്യമുണ്ടാവണം. എന്ത് ചെയ്താലാണ് ഈ ക്ലേശപൂർണമായിരിക്കുന്ന സംസാരത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുക? ബ്രഹ്മാവ് സൃഷ്ടിച്ചപ്പോ ദുഃഖേജ സുഖമാനിന എന്നാ പറഞ്ഞത്. എത്ര ദുഃഖമുണ്ടെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടാൻ മനുഷ്യന് താല്പര്യമില്ല. ഏതുപോലെ? പന്നിയെ പോലെ. പന്നിയോട് ചോദിച്ചോക്കെ എവിടെ കിടക്കുക പന്നിക്ക് ഇഷ്ടം? ചളിയിൽ കിടക്കുക ഇഷ്ടം. നമ്മൾ പറയില്ലേ, അട്ടയെ പിടിച്ച് മെത്തെ കിടക്കുക കിടക്കില്ല. കൃമിയോട് ചോദിച്ചു നോക്കൂ, പുഴുവിന് എവിടെ കിടക്കാൻ ഇഷ്ടം? സെറ്റി ടാങ്കിൽ കിടക്കാനാണ് ഇഷ്ടം. ക്ഷീരം കിരിയുന്നൊരു അകിടും ചുവട്ടിലും ചോര തന്നെ കൊതുകിന്റെ കൗതുകം. പശുവിന്റെ അകിട്ടിൽ ചെന്നാലും കൊതു കുടിക്കണത് പാലല്ല കുടിക്കുക, ചോരയാ കുടിക്കുക. ഇത് പറഞ്ഞതുപോലെ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോയാൽ മതി. എങ്ങനെ? അത് മാത്രം നിശ്ചയം. അപ്പോൾ ഈ ക്ലേശപൂർണമായിരിക്കുന്ന ഈ ജീവിതത്തിൽ നിന്ന് നിത്യമായ ആനന്ദത്തിലേക്ക് പോവാറാവണം. അതിനുള്ള ഇച്ഛയുണ്ടാവണം, ശുഭേച്ഛ. അതാണ് നാളെ നമുക്ക് കാണാം തൃതീയ സ്കന്ധത്തില് വിതുര മഹാശയന്റെ കഥ. വിതുര മഹാശയൻ ചോദ്യമാണ്. അതാണ് ആദ്യം പറഞ്ഞത്, സുഖായ കർമാണി കരോതി ലോക. സുഖത്തിനായിട്ട് പ്രവർത്തിക്കും തോറും സുഖം കിട്ടണില്ല, ദുഃഖം കുറയണില്ല, ദുഃഖം മാത്രമാണ് ഉണ്ടാകുന്നത്. അപ്പൊ നിത്യാനന്ദം കിട്ടാൻ എന്താ മാർഗം? ശുഭേച്ഛ. വിതുരൻ കാണിച്ചു തന്നു. അപ്പോ ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ കയറി. ഒന്നാമത്തെ ദിവസം. രണ്ടാമത്തെ ദിവസമാകുമ്പോഴോ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കയറും. രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കയറുമ്പോ
നമ്മളെന്താ രണ്ടാമത്തെ സ്റ്റെപ്പ്? സുവിചാരണ. നമ്മൾ വിചാരം ചെയ്യും. സുഖത്തിനായിട്ട് പ്രവർത്തിക്കും തോറും ദുഃഖമാണല്ലോ ഉണ്ടാവുന്നത്. അപ്പോ അതിൽ നിന്ന് എന്താണ് ചെയ്യേണ്ടത്? ഈ പ്രാപഞ്ചിക വിഷയങ്ങൾ മുഴുവൻ ദുഃഖങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ വിചാരം ചെയ്യും. ആ വിചാരം ചെയ്യുമ്പോഴാ മനസ്സിലാക്കുക, നമുക്ക് നിത്യമായ ആനന്ദം കിട്ടണമെങ്കിൽ ദുഃഖവുമില്ലാതാവണം, സുഖവുമില്ലാതാവണം, രണ്ടും ഇല്ലാണ്ടാവണം. ഈ സുഖവും ദുഃഖവും രണ്ടുമില്ലാത്ത അവസ്ഥയ്ക്കാണ് ആനന്ദം എന്ന് പറയാം. നിശ്ചലമായ നിർമ്മലമായ തെളിഞ്ഞ ജലാശയം പോലെ നമ്മുടെ മനസ്സ് നിൽക്കണം. നിർവികാരമായിട്ട് നിർഗുണമായിട്ട് നമ്മുടെ മനസ്സ് നിൽക്കുന്ന അവസ്ഥ, അതാണ് ആനന്ദം. അപ്പൊ അതാണ് രണ്ടാമത്തേത്. സുഖവും ദുഃഖവും രണ്ടുമില്ലാതാവണം. ഇത് നമുക്ക് ആരാ കാണിച്ചു തരിക? കപിലവാസുദേവൻ. രണ്ടാമത്തെ ദിവസം കപിലവാസുദേവൻ കാണിച്ചു തരുന്നു സുവിചാരണ. അങ്ങനെ വിചാരം ചെയ്യുമ്പോ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് നമ്മൾ കയറും. മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്താ നമ്മൾ മനസ്സിലാക്കുക? ഈ പ്രാപഞ്ചിക വിഷയങ്ങളൊക്കെ ദുഃഖം ഉണ്ടാക്കുന്നതാണ്, അല്ലേ? പ്രാപഞ്ചിക വിഷയങ്ങളൊക്കെ ദുഃഖം ഉണ്ടാക്കുന്നതാണ്, ഉറപ്പായി. അപ്പൊ അതിനോട് സംഘമില്ലാതെ വരെ ഡിറ്റാച്ച്മെന്റ് വരും. അസംഗത, ഒട്ടലില്ലാതിരിക്കുക. അതിനു പകരം നമ്മളാകുന്ന ആൾക്കാര് പശയം കൊണ്ടാ നടക്കണേ. ലോകത്തിൽ ഏറ്റവും വലിയ പശ ഏതാ? ഫെവിക്കോളല്ല, ക്വിഫിക്സ് അല്ല, പിന്നെന്താ? നമ്മുടെ മനസ്സ്. ലോകത്തില് വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരേ ഒരു സാധനമേ ഉള്ളൂ, നമ്മുടെ മനസ്സ്. ബാക്കി എന്തിനെ നമുക്ക് വിശ്വസിക്കാം? സ്വന്തം മനസ്സിനെ മാത്രം വിശ്വസിക്കാൻ പറ്റില്ല. നല്ലവൻ ചീത്തയാവാനാവാൻ ഒരു സെക്കൻഡ് വേണ്ട, ചീത്തവൻ നല്ലവനാവാൻ ഒരു സെക്കൻഡ് വേണ്ട. അജാനുളോപാഖ്യാനത്തിൽ നമുക്ക് കാണാം. അപ്പൊ ലോകത്തിൽ ആരെ വേണമെങ്കിൽ വിശ്വസിച്ചോളൂ, സ്വന്തം മനസ്സിനെ മാത്രം വിശ്വസിക്കരുത്. അപ്പൊ അതാണ് ആ അസംഗത എന്ന് പറഞ്ഞത്. നിസ്സംഗമായിട്ട് നടക്കുക. അത് നമുക്ക് പഠിപ്പിച്ചു തന്നത് ഭരതയോഗീശ്വരനാണ്. ഓരോ ദിവസവും ഓരോ ഐക്കണുണ്ട് നമുക്ക്, ഓരോ മാതൃകാ പുരുഷന്മാര്. ഒന്നാമത്തെ ദിവസം വിതുരൻ, രണ്ടാമത്തെ ദിവസം കപിലൻ, മൂന്നാമത്തെ ദിവസം ഭരതൻ. അപ്പൊ പ്രാപഞ്ചിക വിഷയങ്ങൾ ദുഃഖമുണ്ടാക്കുന്നതാണ് എന്ന് മനസ്സിലാക്കി തരണോ ഭരതൻ. പക്ഷേ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? ഗൃഹം ഉപേക്ഷിക്കാൻ പറ്റുമോ? ഇതാ തമ്പുരാൻ അങ്ങനെ എന്ന് പറഞ്ഞു. നാളത്തെ ഭാര്യ മക്കളെ കുടുംബത്തിലൊക്കെ ഉപേക്ഷിച്ചിട്ട് വിത്താണ്ട് വിട്ട് ദേവന്റെ മുമ്പിൽ ഇങ്ങനെ വന്നിരുന്ന പറ്റുമോ? നമുക്ക് പറ്റില്ല. അമ്പലത്തിന് മുമ്പിൽ ഇരിക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് വീട്ടിലേക്ക് പോകണം. വീട്ടിലിരിക്കാൻ പറ്റുമോ? വിത്താണ്ട് വിട്ട് ദേവരും വേണം. നമുക്ക് ഭഗവാനും വേണം, ഭവനവും വേണം. രണ്ട് വഞ്ചിയിൽ കാലുവെച്ച് നിൽക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഇങ്ങനെ നിൽക്കണം, ചാച്ചാടിക്കൊണ്ട്, അല്ലേ? സപ്താഹം നടക്കണ്ട്, അവിടെ പോവാ. ഏഴകാലായില്ലോ, ഇവിടെ പോവാ. ഇതാണ് നമ്മുടെ പ്രവൃത്തി എന്നർത്ഥം. നമുക്ക് ഭവനവും വേണം, ഭഗവാനും വേണം. അപ്പൊ എന്താ? പ്രാപഞ്ചിക വിഷയങ്ങൾ ദുഃഖോദർക്കങ്ങളാണ് എന്നുണ്ടെങ്കിലും അത് വിടാൻ പറ്റില്ല. നമ്മൾ മൊബൈൽ പിടിച്ചെടുക്കുന്നത് പോലെയാ. മൊബൈൽ നമ്മുടെ തല അറുത്തുകൊണ്ട് പോയാലും നമുക്ക് പ്രശ്നമില്ല. പക്ഷെ മൊബൈല് കയ്യിൽ നിന്ന് വിടില്ല. അപ്പോ സെൽഫോണാണ് മനുഷ്യന്റെ പ്രാണനേക്കാൾ പ്രിയങ്കരം എന്ന് പറഞ്ഞ പോലെയാ. തല പോയാലും കുഴപ്പമില്ല, എന്റെ മൊബൈൽ പോയാ പ്രശ്നമാണ് എന്നതുപോലെയാ. അപ്പോ ഈ ഒരു അറ്റാച്ച്മെന്റ് ഉപേക്ഷിക്കുക. അത് ഉപേക്ഷിക്കാൻ നമുക്ക് പറ്റണില്ല. ഭാഗവത്തിന്റെ മുമ്പിൽ തിരിക്കാൻ പറ്റുമോ? ഇല്ല. ഇപ്പൊ നമ്മള് 360 ദിവസത്തിൽ 358 ദിവസം ഓടി നടന്നു. ഇല്ലേ? എന്നിട്ട് കിട്ടിയോ സുഖം? ഇല്ല. 358 ദിവസവും നിങ്ങൾക്ക് കിട്ടിയില്ല. ഒരു 7 ദിവസം ടെസ്റ്റ് ഡോസ് ആയിട്ടൊന്ന് വന്നിരുന്നൂടെ? ഇതാ ഭാഗവതം ചോദിക്കുന്നത്. 7 ദിവസം, അധികമൊന്നും വേണ്ട. 360 ദിവസത്തില് 7 ദിവസം ഭഗവാന്റെ കഥകള് ഒന്ന് വന്ന് കേട്ടൂടെ? ഇതാണ് ഭാഗവതം ചോദിക്കണേ. അപ്പോൾ നമുക്ക് ഈ പ്രാപഞ്ചിക വിഷയങ്ങളെല്ലാം ദുഃഖങ്ങൾ ഉണ്ടാക്കുന്നതാണെന്ന് അറിഞ്ഞാലും അതിനെ വിടാൻ പറ്റുന്നില്ല.
പണ്ട് അമ്മൂമ്മമാര് പറയും കൊരങ്ങൻ പാമ്പിനെ പിടിച്ചേക്കണ പോലെയാന്നാ. കൊരങ്ങനെങ്കിലും മുറുകെ പിടിച്ചേക്ക് പാമ്പിനെ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴാ ആ പാമ്പിനെ പടക്കണം. അപ്പൊ പേടിച്ചിട്ട് എന്നാ വിടാൻ പറ്റുമോ? ഇല്ല, വിട്ടാ കടിച്ചാലോ? ഇതുപോലെ നമ്മുടെ കൊരങ്ങൻ പാമ്പിനെ പിടിച്ചേക്കണ പോലെയാ. ഒക്കെ പോയിസണസാന്നറിയാം. ഈ പ്രാപഞ്ചിക വിഷയങ്ങളൊക്കെ പ്രശ്നം ഉണ്ടാക്കണമെന്നറിയാം. വിടാൻ പറ്റുമോ? പറ്റണില്ല. അപ്പൊ നമ്മളെന്താ ഉറക്കെ നിലവിളിക്കും, വിലാപിനി നിലവിളിക്കുക എന്ന് പറഞ്ഞ് നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ എന്ന് പറഞ്ഞ് ഈ സംസാര സാഗരത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഉറക്കെ നിലവിളിക്കും. അതാണ് 4ാമത്തെ സ്റ്റെപ്പ്, വിലാപിനി. ആരാ ഉദാഹരണം എന്ന് പറയണ്ടല്ലോ? ഗജേന്ദ്രൻ. അപ്പൊ 1ാമത്തെ ആള് ശുഭേച്ഛ വിതുരൻ, 2ാമത്തേത് സുവിചാരണ കപിലൻ, 3ാമത്തെ ദിവസം അസംഗത ഭരതൻ, 4ാമത്തെ ദിവസം വിലാപിനി ഗജേന്ദ്രൻ. ഇനി 5ാമത്തെ ദിവസം, 5ാമത്തെ സ്റ്റെപ്പിലേക്ക് നമ്മൾ കയറുക. 4ാമത്തെ ദിവസം സന്ധ്യാസമയത്താണ്. തമത്ഭുതം ബാലകമംബുജക്ഷണം ചതുർഭുജം ശംഖവിദാര്യുധായുധം എന്ന മട്ടില് ആ പൊന്നുണ്ണിക്കണ്ണൻ തിരോധാരം ചെയ്യുക. 5ാമത്തെ ദിവസം ആ പൊന്നുണ്ണിക്കണ്ണന്റെ ലീലകള മുഴുവൻ അത്യാനന്ദപ്രദങ്ങളായിരിക്കുന്ന ആ മന്ധദണ്ഡമുപഗൃഹ്യ പാടിതം ഹന്ന ദേവത വിഭാജനം ത്വയാ എന്ന മട്ടില് ആ വയൽക്കലം തല്ലിപ്പൊളിക്കണ നേരത്ത് യശോദമ്മ വന്നിട്ട് ഒരലിനോട് ചേർത്ത് കിട്ടുന്നതായ ആരംഗം. ഇത് കേട്ടാൽ തുള്ളിച്ചാടാത്ത ആരെങ്കിലും ഉണ്ടോ? സകല ആൾക്കാരും തുള്ളിച്ചാടും. 4-5 തുള്ളിയെ കർണത്തിൽ വീണുള്ളൂ, പാദങ്ങൾ മണ്ണിലുറയ്ക്കാറായി. തുള്ളിച്ചാടാൻ തോന്നും. അങ്ങനെ ആ ഭഗവാന്റെ കീർത്തനങ്ങൾ കേട്ടിട്ട് ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ തുള്ളിച്ചാടാൻ തോന്നും. ദശമസ്കന്ധത്തില് 4ാമത്തെ അധ്യായം തൊട്ട് 54ാമത്തെ അധ്യായം രുക്മിണീ സ്വയംവരം വരെ തുള്ളിച്ചാടുന്ന കഥകളാ മുഴുവൻ. അതിനെന്താ പറയാ? സച്ചിദാനന്ദം. ശ്രീകൃഷ്ണ ലീലകള് ആസ്വദിക്കുമ്പോ നമ്മൾ തുള്ളിച്ചാടും. ഏത് സപ്താഹത്തിന് വരാത്താണെങ്കിലും ഇന്ന് രുക്മിണീ സ്വയംവര സാധാരണ സപ്താഹവേദിയിൽ ആദ്യത്തെ ദിവസം 20 പേരാണെങ്കിൽ 5ാമത്തെ ദിവസം 200 പേരുണ്ടാവും. ഇന്നാ സ്വയംവര ആഹാരം തുടങ്ങണമെന്നൊന്നും ആൾക്കാരെ തിരുമേനി എന്നാ രാധാകല്യാണം. രാധ എന്നുള്ള വാക്കില്ല ഭാഗവതത്തിൽ. എന്നാലും ചോദിക്കും എന്താ കാരണം? നമുക്ക് സദ്യ ഉണ്ടാശീലേ. അപ്പൊ അങ്ങനെയുള്ള കല്യാണത്തിന്റെ കെയർ ഓഫിലെങ്കിലും 10 പേര് ഭാഗവതത്തിന്റെ മുമ്പിലേക്ക് വരട്ടെ എന്ന് വിചാരിച്ച് വേദവ്യാസ മഹർഷി ചെയ്ത സൂത്രാണ്. കല്യാണം എന്ന് പറയുമ്പോൾ ആൾക്കാർ കൂടുതലോ, അന്ന് എല്ലാ സ്ഥലത്തും വിഭവസമൃദ്ധമുള്ള സദ്യ ഉണ്ടാവും. എന്താണ് രുക്മിണീശ്വരത്തിന്റെ തത്വം എന്നറിയാണ്ടാണ് ഈ തുള്ളിച്ചാട്ടം മുഴുവൻ. അങ്ങനെ 5ാമത്തെ ദിവസം സച്ചിദാനന്ദം. പിന്നെ 6ാമത്തെ ദിവസത്തിലേക്ക് എത്തുക. 6ാമത്തെ ദിവസമാവുമ്പോ ഒന്നിന്റെയും സ്ഫുരണമില്ലാതെ ആ നിശ്ചലമായിരിക്കുന്ന ആ ആനന്ദലബ്ധി കൊണ്ട് പരിപൂർണനായിട്ട് നിത്യാനന്ദത്തിലേക്ക് ഇരിക്കുന്ന അവസ്ഥ വരും. പദാർത്ഥഭാവിനി എന്നാണ് അതിന്റെ പേര്. അത് 6ാം ദിവസം നമുക്ക് കാണാം. നിമി മഹാരാജാവ്. മന്യേ കുതസ്ഥിൽ ഭയം അച്യുതസ്യ പാദാംബുജോപാസനം അത്ര നിത്യം. ഭഗവാന്റെ ഉപാസന കൊണ്ട് ആ ആനന്ദലഹരിയിൽ എത്തിയിരിക്കുന്നതായ നിമി എന്ന രാജാവ്. അപ്പൊ 6ാമത്തെ ദിവസത്തെ 6ാമത്തെ സ്റ്റെപ്പ് പദാർത്ഥഭാവിനി നിമി. ഇനി 7ാമത്തെ ദിവസം പടിയാറ് കടന്ന് 7ാമത്തെ പടിയിലെത്തി. 7ാമത്തെ പടിയിലെത്തുമ്പോ ശ്രീശുക ബ്രഹ്മർഷി നമ്മളാകുന്ന പരീക്ഷത്തുക്കൾക്ക് പറഞ്ഞു തരണു എന്ന് ദ്വാദശസ്കന്ധത്തില് 5ാമത്തെ അധ്യായത്തിൽ പറയും. അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം പരമം പദം. ഞാൻ തന്നെയാണ് ഈശ്വരൻ, ഈശ്വരൻ തന്നെയാണ് ഞാൻ എന്ന് പറഞ്ഞാൽ അഹം ബ്രഹ്മാസ്മി, ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്ന ഈശ്വരനും താനും തമ്മില് ഭേദമില്ല, ഒന്ന് തന്നെയാണ് എന്ന അവസ്ഥയിലെത്തും. അതിന് തുരീയം എന്ന് പറയാം. 3 അവസ്ഥകൾക്കും അപ്പുറത്തായിട്ട് ആ അവസ്ഥയിൽ എത്തുന്നതാണ്
ആ പരീക്ഷിത്ത് എന്ന രാജർഷി വിഷ്ണുരാജൻ വിഷ്ണുപദത്തിലെത്തുന്നു. അങ്ങനെ 7 ദിവസം കൊണ്ട് 7 സ്റ്റെപ്പ് കയറിയിട്ട് അഹം ബ്രഹ്മാസ്മി എന്ന് പറയാറാവണം. നാളെ പ്രഭാതത്തില് പ്രാരംഭിക്കുന്നതായ ആ ശ്രീമദ് ഭാഗവത സപ്താഹം തുടങ്ങുമ്പോൾ തൊട്ട് 7ാമത്തെ ദിവസം ഉച്ചയ്ക്ക് അടുത്ത ഞായറാഴ്ച സമർപ്പിക്കുന്നത് വരെ 7 തലത്തിലേക്ക് ഉയർന്നിട്ട് 7ാം ദിവസം ഉച്ചയ്ക്ക് അഹം ബ്രഹ്മാസ്മി, ഞാനാണ് ഈശ്വരൻ, ഈശ്വരൻ തന്നെയാണ് ഞാൻ എന്ന് നമ്മളാകുന്ന പരീക്ഷത്തുക്കൾക്ക് പറയാൻ പറ്റണമെന്ന്. ഭാഗവതത്തിലെ എല്ലാ കഥാപാത്രങ്ങളും നമ്മൾ തന്നെയാണെന്ന് മനസ്സിലാക്കുക. ഉത്താനപാദൻ എന്ന് പറഞ്ഞാലും പരീക്ഷിത്ത് എന്ന് പറഞ്ഞാലും പ്രഹ്ലാദൻ എന്ന് പറഞ്ഞാലും ഒക്കെ നമ്മൾ തന്നെയാണ്. അതാത് അവസ്ഥയിൽ നമുക്ക് കാണാം. നമ്മുടെ ഇടയിലാണവര്, നമ്മുടെ ഉള്ളിലാണവര്, നമ്മൾ തന്നെയാണ്. ലോകാനാമേകമീശ്വരം എന്ന ധാർഷ്ട്യത്തോടു കൂടിയിട്ട് 14 ലോകങ്ങളും എന്റെ കാൽക്കീഴിലാണ് എന്ന് പറയുന്ന ഇന്ദ്രസേനൻ, അതും നമ്മൾ തന്നെയാണ്. ആ ഭാവത്തിൽ നിന്ന് വദമേ തവദസ്യയോഗം എന്ന് പറയുന്ന പ്രഹ്ലാദനായിട്ട് മാറണം. ഇതാണ് ഭാഗവതം നമ്മളെ പഠിപ്പിക്കുക. അതിനെന്താ വേണ്ടത്? ഈ മനുഷ്യ ശരീരം കൊണ്ട് 7 ദിവസം കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. അതുകൊണ്ടാണ് നവവിധ ഭക്തികളില് ഒന്നാമത്തേത് ശ്രവണം എന്ന് പറഞ്ഞത്. അങ്ങനെ കേട്ട് 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 7ാമത്തെ ദിവസം 9ാമത്തെ ആത്മസമർപ്പണത്തിലേക്ക് നമുക്ക് എത്താറാണ്. അതിനാണ് ഈ മനുഷ്യ ശരീരത്തിനെ ഉപയോഗപ്പെടുത്തേണ്ടത്. ഇതാണ് ഭാഗവതം എന്ന ബുക്കിലേക്ക് നമുക്ക് പറഞ്ഞു തരുന്നത്. അല്ലാണ്ട് വേറൊന്നുമല്ല. ഭാഗവതം എന്ന് പറഞ്ഞാൽ നമ്മുടെ കഥ തന്നെയാണ്, നമ്മുടെ ബയോഗ്രഫി തന്നെയാണ്, നമ്മുടെ ജീവചരിത്രം. ആ പ്രഹ്ലാദൻ എന്ന് പറയുന്നതും മഹാബലി എന്ന് പറയുന്നതും ഹിരണ്യകശിപു എന്ന് പറയുന്നതും പുരജനൻ എന്ന് പറയുന്നതും ബാണൻ എന്ന് പറയുന്നതും എല്ലാം നമ്മൾ തന്നെയാണ്. നമ്മുടെ ഉള്ളിലാണ് ഇതൊക്കെ. അപ്പൊ ഇത് കേട്ട് കേട്ട് ഞാനെന്താ പറഞ്ഞില്ലേ, ഈ പ്രഭാഷണങ്ങൾ കേട്ടിട്ട് സപ്താഹം കേട്ടിട്ട് എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ആ മനസ്സിലായതിൽ നിന്ന് എത്രത്തോളം നമ്മൾ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കി. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എത്രത്തോളം പ്രാവർത്തികമാക്കി. ഇതൊക്കെ പ്രാവർത്തികമാക്കാൻ പറ്റുമോ? പറ്റണം. ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് സമർപ്പിക്കാം. ഇതൊക്കെ മനുഷ്യർക്ക് പറ്റണതാണോ? ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ധർമ്മം എന്താണ് എന്ന് ശ്രീനാരദ മഹർഷി പറയും. സപ്തമസ്കന്ധത്തില് 15ാമത്തെ അധ്യായത്തില് 8ാമത്തെ ശ്ലോകം. ഇതൊക്കെ എന്തിനാ ഈ ശ്ലോകത്തിന്റെ സംഖ്യ പറയണേന്നറിയോ? ഗൃഹത്തിൽ പോയിട്ട് ഹോംവർക്ക് ചെയ്യാനാണ്. നോക്കിയിട്ട് പഠിക്കാൻ പറ്റണം. അതായത് വെറുതെ എന്തെങ്കിലും എഴുതി വെച്ചിട്ടല്ല. ഏതോ ഒരു താടിക്കാരൻ, വേദവ്യാസ മഹർഷി എന്ന് പറയുന്ന ഏതോ ഒരു താടിക്കാരൻ ഏതോ ഒരു ആലിന്റെ വീട്ടിലിരുന്ന് നേരമ്പോക്കിന് വേണ്ടി കുത്തിക്കുറിച്ച് എഴുതിയ ഫാന്റസി സ്റ്റോറിയൊന്നുമല്ല. ഇത് നമുക്ക് വേണ്ടിയുള്ള ഗൈഡ് ലൈനാണ്. ഇതിലേ പോവൂ, ഇതിലേ പോവൂ, ഇതിലേ പോവൂ. ശിവമാർഗ പ്രണയതാരം, ശിവമാർഗ പ്രണയതാരം, ശിവമാർഗ പ്രണയതാരം പോവൂ. ആ ശിവമായ മാർഗത്തിലൂടെ പോവൂ എന്ന് നമ്മളെ കാണിച്ചു തരുന്ന ബുക്ക്ലെറ്റാണ്, സൈൻ ബോർഡാണ് ഭാഗവതം. അപ്പൊ ഈ ശരീരത്തിനെ എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത് എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ബുക്ക്ലെറ്റാണ്. അപ്പൊ അതിലെ ഓരോ കഥാപാത്രവും നമ്മളാണ് എന്ന് മനസ്സിലാക്കണം. ആ മനസ്സിലാക്കുന്ന ആ ഭാഗവതത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ആരെക്കൊണ്ട് പ്രാവർത്തികമാക്കാൻ പറ്റും? എന്താ പ്രാവർത്തികമാക്കാണ്ട്? അതാണ് നേരത്തെ പറഞ്ഞ് സപ്തമസ്കന്ധത്തിൽ 15ാമത്തെ അധ്യായത്തിൽ 8ാമത്തെ ശ്ലോകം. ആ ശ്ലോകം ഇതാണ്: നൈതാദൃശ പരോധർമ്മോ നൃണാം സദ്ധർമ്മമിച്ഛതാം. ശ്രേയോമാർഗം ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യന് ഇതിൽ പരമായിട്ട്, ഇതിലുപരിയായിട്ട് ഒരു ധർമ്മമില്ല. ഏതാ ധർമ്മം? ന്യാസോ ദണ്ഡസ്യ ഭൂതേഷു മനോവാ കായജസ്യ. മനസാ വാച കർമ്മണ മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക. ഇതാണ് പരമമായ ധർമ്മം. നമുക്ക് ശ്രേയസ് വേണോ? മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക. അതാണ് മഹാകവി ഉള്ളൂർ പാടിയത്: നമുക്കു നാമേ പണിവതു നാഗം നരകവും അതുപോലെ. നമുക്ക് തന്നെ സ്വർഗവും നരകമൊക്കെ ഉണ്ടാക്കാൻ പറ്റുക?
പ്രപഞ്ചമുകുരം നമ്മുടെ രൂപം പ്രതിബിംബിപ്പിപ്പൂ. കണ്ണാടി, നമ്മൾ കണ്ണാടിയിൽ നോക്കിയാലേ സൂപ്പർ സ്റ്റാറിനെ കാണില്ല, നമ്മുടെ മുഖത്തെ കാണുള്ളൂ. അത് പൊട്ടയാന്ന് പറഞ്ഞ് കണ്ണാടി തല്ലി പൊട്ടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? കണ്ണാടിയുടെ എല്ലാം കുഴപ്പം. പ്രപഞ്ചമുകുരം നമ്മുടെ ശബ്ദം പ്രതിധ്വനിപ്പിപ്പൂ. നമ്മുടെ ശബ്ദമാണ് എക്കോ ചെയ്യുക. അപ്പൊ നമ്മൾ എന്താണോ പ്രകൃതിക്ക് കൊടുക്കുന്നത് അത് തിരിച്ചിങ്ങോട്ട് വരും. അതാണ് പണ്ട് രസകരമായിട്ട് ഒരിക്കൽ ഏതോ ഒരു അമ്പലത്തില് വച്ചുകൊണ്ട് നമ്മുടെ ശ്രേഷ്ഠനായിട്ടുള്ള കൈമുക്ക് വൈദികൻ പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ അച്ഛൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനോട്, അദ്ദേഹം വൈദികനാണല്ലോ, അദ്ദേഹത്തിനോട് രസികനായിട്ടുള്ള ഒരു നമ്പൂതിരി ഒരു കുസൃതി ചോദ്യം ചോദിച്ചു. ഒരു കുസൃതി ചോദ്യം. വൈകൻ, ഒരു സംശയമുണ്ട്. എന്താ സംശയം? എല്ലാവരെയും കൊണ്ട് നന്നെന്ന് പറയിക്കാൻ എന്താ മാർഗം? എല്ലാവരെയും കൊണ്ടും നന്നെന്ന് പറയിക്കാൻ എന്താ മാർഗം? ഒരു സെക്കൻഡ് പോലും ആലോചിക്കാൻ അദ്ദേഹം മറുപടി, എല്ലാവരും നന്നെന്ന് തോന്നുക. സിമ്പിൾ. എല്ലാവരും നന്നെന്ന് തോന്നിയാൽ പ്രപഞ്ചമുകുരം നമ്മുടെ രൂപം പ്രതിബിംബിപ്പിക്കും. ഫോർ എവരി ആക്ഷൻ there is an equal and opposite reaction എന്ന് ഐസക് ന്യൂട്ടൺ പറഞ്ഞത് ഫിസിക്സ് അല്ലാട്ടോ, ഭാഗവതം. നമ്മൾ എന്താണോ ലോകത്തിന് കൊടുക്കുന്നത് അത് തിരിച്ചു കിട്ടും. അപ്പൊ എന്ത് വേണം? നമ്മൾ ഈ ലോകത്തിന് ഈ ശരീരം കൊണ്ട് പരോപകാരാർത്ഥം ഇതം ശരീരം എന്ന രീതിയിൽ മാനവസേവ മാധവ സേവയാക്കി മാറ്റിയാൽ നമുക്ക് ശ്രേയസിലേക്ക് എത്താനായിട്ട് പറ്റും. അതിനാണ് ഈ ഭാഗവതത്തിനെ ഉപാസിക്കണം എന്ന് പറഞ്ഞത്. ഈ ഭാഗവതം ഉപാസിക്കാനായിട്ട് ഏറ്റവും യോഗ്യതയുള്ള രണ്ട് കാര്യങ്ങളെ വേണ്ടൂ. ഒന്ന്, ഭക്തി വേണം. ഭക്തിയാ ഭാഗവതം ജ്ഞേയം. ഇത് കാണിക്കാനാണ് ആദ്യത്തെ 3 അധ്യായങ്ങളിലായിട്ട് ഭക്തിദേവി എന്ന ഒരു യുവതിയുടെ മടിയിൽ 2 കിളവന്മാര് കിടന്നു. നാരദ മഹർഷി എന്ന കുളിക്ക് ഉണർന്നില്ല എന്ന് പറഞ്ഞത്. ആരാ 2 കിഴവന്മാര്? ജ്ഞാനവും വൈരാഗ്യവും. എന്താ അതിന്റെ താല്പര്യം? നമുക്കൊക്കെ ഭക്തി കിട്ടില്ലേ? മിത്രാട്ടൂർത്തുകാരുടെ സ്വന്തം ആൾക്കാരാണ് നമ്മൾ, അല്ലെങ്കിൽ ഗുരുവായൂരപ്പന്റെ, അല്ലെങ്കിൽ പൂർണ്ണപ്രീശന്റെ, ഈശ്വരന്റെ സ്വന്തം ആൾക്കാരെ തക്ക വഴിപാടുകളായിരിക്കുന്ന ശയനപ്രദക്ഷിണോ ഒറ്റക്കാലമോ തപസ്സോ ഒന്നൊക്കെ നമ്മൾ ചെയ്യും. പക്ഷേ നമ്മുടെ ഉള്ളില് ആ അറിവ്, ജ്ഞാനം ഉണർന്നിട്ടുണ്ടോ? എല്ലാവരിലും പ്രകാശിക്കുന്നത് ഒരേ ചൈതന്യമാണെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടോ? എല്ലാവരും എന്റെ ഉള്ളിലും ഈശ്വരൻ, മറ്റുള്ളവരുടെ ഉള്ളിലും ഈശ്വരൻ എന്നറിഞ്ഞാൽ ആരും ആരെയും ദ്രോഹിക്കില്ല, ചീത്ത പറയില്ല. നമ്മുടെ വാക്കുകൾക്ക് മൃദുത്വം വരും. നമ്മൾ ചീത്ത പറയുന്നത് ഗുരുവായൂരപ്പനെയാണ്. അവന്റെ ഉള്ളിലും ഗുരുവായൂരപ്പൻ. നമ്മൾ ഒരാളെ കാണുമ്പോൾ ആദ്യമായിട്ട് എന്താ പറയുക? ഇപ്പോഴത്തെ പിള്ളേർ പറയണതല്ല കേട്ടോ. ഇപ്പോഴത്തെ പറയുന്നത് ഹലോ, അല്ലെങ്കിൽ ഇപ്പൊ അത് കുറച്ച് എളുപ്പ വഴി കഴിയുക ഹായ് നായി അല്ലേ? ഇപ്പൊ എങ്ങനെയാ വാട്സപ്പിനൊക്കെ HAI അല്ലെങ്കിൽ ഇങ്ങനെ ഹായ് നമസ്തേ എന്ന് പറയാറാവില്ല. നമ്മുടെ ഭാരത സംസ്കാരം നമസ്തേ എന്നാണ്. നമസ്തേ, അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. ഈ ശരീരത്തിന്റെ ഉള്ളിലിരിക്കുന്ന പരമപുരുഷന് നമസ്കാരം. ഇതാണ് ഭാരതീയ സംസ്കൃതി. ഈ ഒരു തത്വം നമുക്ക് അറിയാത്തത് കൊണ്ടാ ആരെയാ നമ്മൾ പറയണേ? ഈ ശരീരത്തിനെയാണോ? അല്ലല്ലോ, ശരീരത്തിനെ കത്തിച്ചു കളയണതാ. ഈ ശരീരത്തിന്റെ ഉള്ളിൽ യന്തപ്രവിശ്യ ഇരിക്കുന്ന ചൈതന്യത്തിനാണ് നമസ്കാരം എന്ന് പറയണത്. അപ്പോൾ അവന്റെ ഉള്ളിലും എന്റെ ഉള്ളിലും സകല ചരാചരങ്ങളുടെ ഉള്ളിലും ഇരിക്കുന്നത് ഒരേ ഈശ്വരനാണ്. ആഴ്വാഞ്ചേരി തമ്പ്രാക്കളിലുണ്ട്, അയ്യൻ പുലയനിലുണ്ട്, ആദിത്യനിലുണ്ട്, അണുവിലുമുണ്ടെന്ന് മഹാകവി ഉള്ളൊരു പാടിയതുപോലുള്ള ബോധം, ജ്ഞാനം നമുക്ക് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്റെ എന്ന് പറയില്ല. അപ്പൊ എന്റെ എന്ന് പറയുന്നെങ്കിൽ ജ്ഞാനം എന്ന് പറയുന്ന കിളവൻ ഉറങ്ങിക്കിടക്കുക തന്നെയാണ്. നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുക ജ്ഞാനം എന്നുള്ള കിളവൻ. അല്ലാണ്ട് ഒരു യുവതിയുടെ വഴിയിൽ 2 കിളവന്മാർ കിടന്ന് ഉറങ്ങിയെന്നൊന്നും അല്ല കഥ. നമ്മുടെ ഉള്ളിലുള്ള ആധ്യാത്മിക ജ്ഞാനം ഇത്രയുമായിട്ടും ഉണർന്നിട്ടില്ല, നമുക്ക് ബോധം വെച്ചിട്ടില്ല എന്നർത്ഥം. പിന്നെ രണ്ടാമത്തെ ആളോ വൈരാഗ്യം. നമുക്ക് വൈരാഗ്യം ഉണ്ടായിട്ടോ? പിന്നെ അയൽവക്കക്കാരനോട് ഞാൻ ബദ്ധ വൈരാഗ്യത്തിലാണ്. ആ വൈരാഗ്യമല്ല, നമ്മളെ മലയാളത്തിൽ പറഞ്ഞ വൈരാഗ്യമല്ല. എന്താ വൈരാഗ്യം? വിഗതമായ രാഗം, ഡിറ്റാച്ച്മെന്റ്, അസംഗത.
ഒട്ടലില്ലായ്മ, ഫെവിക്കോൾ കൊണ്ട് നടക്കണ്ട. പദ്മപത്ര വിവാംഭസ, താമരയിലെ വെള്ളം പോലെ 365 ദിവസവും 24 മണിക്കൂറും വെള്ളത്തിൽ നിൽക്കുന്ന താമരയിലയെ നനയ്ക്കാൻ ആ വെള്ളത്തിന് പറ്റുന്നില്ല. ഇതുപോലെയാണ് സംസാരധർമ്മൈ അവിമുഹ്യമാന. സംസാരത്തിൽ എന്തെല്ലാം നടന്നാലും അതിനെക്കുറിച്ച് ബോധവാനല്ലാത്തവൻ. അതാണ് ഡിറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞത്. അത് നമുക്ക് വന്നിട്ടുണ്ടോ? വൈരാഗ്യം കൊണ്ട് അവിഗതമായ രാഗം വന്നിട്ടുണ്ടോ? ഇല്ല. എന്റെ 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 അതുകൊണ്ടല്ലേ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഏത് കാര്യം പറയുമ്പോഴും അയ്യോ. എന്താ അയ്യോ? നമ്മുടെ ഏത് വിചാരിച്ച സാധനം നമ്മുടെ കയ്യിൽ നിന്ന് പോന്ന്. അതല്ലേ ഈ അയ്യോ എന്നുള്ള വാക്കിന്റെ അർത്ഥം. മഹാബലിക്ക് പറ്റിയ അബദ്ധത, ഇതൊക്കെ എന്റെയാണ്, ഇതൊക്കെ എന്നും എന്റെ കൂടെ ഉണ്ടാവും എന്ന് തെറ്റിദ്ധരിച്ചു. ആ തെറ്റിദ്ധാരണ തീർക്കാൻ വേണ്ടിയിട്ടാണ് മിത്രാന്തപുരത്തെ ദേവരായിട്ട് ഭഗവാൻ പുറത്തേക്ക് വന്നത്. ഇതാ നമ്മൾ മനസ്സിലാക്കട്ടെ. അപ്പൊ എന്ത് വേണം? നമ്മുടെ ഉള്ളില് ഭക്തി ഉണ്ടെങ്കിലും ജ്ഞാനവൈരാഗ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണർന്നിട്ടില്ല. നമുക്ക് ആധ്യാത്മിക ജ്ഞാനവും ഉണർന്നിട്ടില്ല, വിഗതമായ രാഗവും വന്നിട്ടില്ല. അതിനെന്ത് വേണം? അതാണ് പിന്നത്തെ 2 അധ്യായം പറയുന്നത്. ധുന്ധുകാരി കേട്ടതുപോലെ കേൾക്കണം. ധുന്ധുകാരി എങ്ങനെയാ കേട്ടത്? മഹാപ്രേതമായി. കഥയൊക്കെ നിങ്ങൾക്കറിയാം. എന്നിട്ട് 7 കവർച്ചങ്ങളൊരു മുളയുടെ ഉള്ളിൽ കയറിയിരുന്നു. ഏതാ 7 കവർച്ചങ്ങൾ? മുള, ഈ ശരീരം. രുധിര സ്നായു മേധോ മജ്ജ അസ്ഥി സംഭതവും, സപ്തധാതു നിർമ്മിതമായിരിക്കുന്ന ഈ ശരീരത്തിനാണ് മുളകുറ്റി എന്ന് പറഞ്ഞത്. അതിന്റെ ഉള്ളിലിരുന്ന മനുഷ്യ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് വിപദ മുഹു, ഭാഗവതം കേൾക്കൂ, ഭാഗവതം കേൾക്കൂ, ഭാഗവതം കേൾക്കൂ. അപ്പൊ 1-ാമത്തെ ദിവസം 1-ാമത്തെ കവർച്ചം പൊട്ടണം, ശുഭേച്ഛ. 2-ാമത്തെ ദിവസം 2-ാമത്തെ കവർച്ചം പൊട്ടണം, സുവിചാരണ. 3-ാമത്തെ ദിവസം 3-ാമത്തെ നോട് പൊട്ടണം, അസംഗത. 4-ാമത്തെ ദിവസം 4-ാമത്തെ കവർച്ചം പൊട്ടണം, വിലാപിനി. ഇങ്ങനെ പൊട്ടി 7-ാമത്തെ ദിവസം തുളസീദാമ മണ്ഡിത, ഭഗവാൻ അതേ രൂപമായിട്ട് മാറി ധുന്ധുകാരി. ഇതുപോലെ നമ്മളാകുന്ന ധുന്ധുകാരികൾ. ആരാ ധുന്ധുകാരി? ധുന്ധുകാരിക്ക് ഒരു പ്രത്യേകത പറഞ്ഞു. എന്താ? പഞ്ചപണ്യവധൂവ്രതമാണ്. 5 വേശ്യാസ്ത്രീകളുമായിട്ട് നടന്നിട്ട് മഹാപ്രേതമായിട്ട് മാറി. ആരാ ധുന്ധുകാരി? കണ്ണാടി നോക്കിയാൽ മതി. നമ്മുടെ മനസ്സാകുന്ന കണ്ണാടി നോക്കുക, നമ്മൾ തന്നെയാണ്. ധുന്ധുകാരുടെ കൂടെ 5 വേശ്യകളുണ്ടായിരുന്നു, നമ്മുടെ കൂടെ ഉണ്ട് 5. സംശയമുണ്ടോ? ആർക്കെങ്കിലും സംശയമുണ്ടോ? പേര് പറഞ്ഞാൽ പെട്ടെന്ന് അറിയാം. കണ്ണ്, ചെവി, മൂക്ക്, നാവ്, തൊക്കെ, ഇത് 5 വേശ്യകൾ. വശീകരിക്കുന്നവൾ വേശ്യ. കണ്ട് മതിയെന്ന് കണ്ണ് പറയോ? ഇല്ല. കേട്ട് മതിയെന്ന് ചെവി പറയോ? ഇല്ല. വർത്തമാനം പറഞ്ഞത് മതിയെന്ന് നാവ് പറയോ? ഇല്ല. തീർന്നില്ലേ? അപ്പോ ഈ 5 വേശ്യകളാൽ ഗതികിട്ടാപ്രേതം പോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക. ഏതമ്പലത്തിൽ പോയിട്ട് ഏത് വഴിപാട് ചെയ്താലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുക? തിങ്കളാഴ്ച ശിവന്റെ അമ്പലത്തിൽ പോകും, ചൊവ്വാഴ്ച ദുർഗയുടെ അമ്പലത്തിൽ പോകും, ബുധനാഴ്ച അടുത്ത അമ്പലത്തിൽ പോകും, വ്യാഴാഴ്ച വിഷ്ണുവിന്റെ അമ്പലത്തിൽ പോകും, വെള്ളിയാഴ്ച ഭദ്രകന്റെ അമ്പലത്തിൽ പോകും, ശനിയാഴ്ച അയ്യപ്പന്റെ അമ്പലത്തിൽ പോകും, ഞായറാഴ്ച ഹോളിഡേ വണ്ടി എടുത്ത് എല്ലാ അമ്പലത്തിലും. ഇതിൽ ഏതമ്പലത്തിൽ പോയിട്ട് തലയ്ക്ക് 3 ഒഴിഞ്ഞിട്ട് ഭണ്ഡാരത്തിന്റെ കാശ് ഒറ്റ അട്രാണെന്ന് പറഞ്ഞ് മിത്രാന്തപുരത്തെ ദേവന് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം തരണം. മനുഷ്യരെ മാത്രമേ കാശെറിഞ്ഞാൽ പിടിക്കാൻ പറ്റുള്ളൂ. മിത്രാന്തപുരത്തെ ദേവരെ കാശെറിഞ്ഞാൽ പിടിക്കാൻ പറ്റില്ല. അത് മനസ്സിലാക്കിക്കോളൂ. ബ്രൈബ് ചെയ്യാൻ പറ്റില്ല. പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്തിയാ പ്രയച്ഛതി. നിങ്ങൾ എന്ത് വേണമെങ്കിൽ വഴിപാട് ചെയ്തോളൂ. നിങ്ങൾക്ക് ശക്തിക്കൊത്ത് ശയന പ്രദക്ഷിണ ആയാലും വേണ്ടില്ല, ഉദയാസ്തമന പൂജ ആയാലും വേണ്ടില്ല, കളഭ ആയാലും വേണ്ടില്ല, എന്താണെങ്കിലും വേണ്ടില്ല. നിങ്ങൾ എന്ത് വഴിപാട് വേണമെങ്കിലും ചെയ്തോളൂ. പക്ഷേ ഭക്തി അന്വിതമായിരിക്കണം. അത് മാത്രമേ എനിക്ക് വേണ്ടൂ എന്നാ ഭഗവാൻ പറഞ്ഞത്. അപ്പോ ഈ ഒരു കാര്യം, ആ ഭഗവാന്റെ കഥകൾ കേൾക്കാനായിട്ടുള്ള 2 കാര്യങ്ങളെ ധുന്ധുകാരി കേട്ടതുപോലെ ഈ മനുഷ്യ ശരീരം കൊണ്ട് കഥകൾ കേട്ട് 7 സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു. കേട്ടില്ലേടെ 7-ാമത്തെ സ്റ്റെപ്പില് ശിവോഹം ശിവോഹം എന്ന ആ നിലവാരത്തിലേക്ക് ഉയരാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനാണ് ഈ മനുഷ്യ ശരീരത്തിനെ ഉപയോഗപ്പെടുത്തേണ്ടത് എന്നാണ് ഭാഗവതം നമുക്ക് പറഞ്ഞു തന്നത്. അപ്പൊ ഇത്രയും നേരം നമ്മൾ അനുസ്മരിച്ചുകൊണ്ടിരുന്നത് ശ്രീമദ് ഭാഗവതം എന്ന
ശാസ്ത്രത്തിന്റെ മാഹാത്മ്യമാണ്. ആ ശാസ്ത്രമാണ് നമ്മുടെ ഈ മനുഷ്യ ശരീരത്തിനെ എങ്ങനെ ഭഗവാനിലേക്ക് എത്തിക്കാം. അപ്രാപ്യം പ്രാപകം ശാസ്ത്രം അജ്ഞാതം ജ്ഞാപകം തഥാ. അറിയാത്തതിനെ അറിയിച്ചു തരണു, എത്തിപ്പെടാത്തതിനെ എത്തിച്ചു തരണു. എന്താ അറിയാത്തത്? ആ അഹം ബ്രഹ്മാസ്മി എന്നുള്ളത്. അപ്പൊ ഈ മനുഷ്യ ശരീരം കൊണ്ട് നേടേണ്ടത് ഈശ്വര സാക്ഷാത്കാരമാണ്, മോക്ഷമാണ്, നിത്യമായ ആനന്ദമാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്ന ശാസ്ത്രമാണ് ഭാഗവതം. അതാണ് നമ്മൾ ഭാഗവതവുമായിട്ടുള്ള ബന്ധം. മനുഷ്യൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന നിത്യാനന്ദത്തിന് ഭാഗവത ശ്രവണം വേണം. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. മനുഷ്യൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന നിത്യാനന്ദത്തിന്, നാശമില്ലാത്ത ആനന്ദത്തിന് ഭാഗവതത്തിനെ ഉപാസിക്കണം. ഭഗവാന്റെ ലീലകളായിരിക്കുന്ന ആ ഭാഗവതത്തിനെ ഉപാസിക്കണം. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗവത മാഹാത്മ്യം പത്മപുരാണത്തിൽ വേദവ്യാസ മഹർഷി വർണ്ണിച്ചു കേൾപ്പിച്ചത്. നാളെ പ്രഭാതത്തിൽ സഹസ്രനാമത്തോടുകൂടി 6:15 തുടങ്ങാലോ അല്ലേ? 6:15 6:30 അത് നിങ്ങളുടെ 6:15 ഇവിടെ പറഞ്ഞു കേട്ടു. അതുകൊണ്ട് 6:15 ഞാൻ പറഞ്ഞു. 6:15 സഹസ്രനാമത്തോടുകൂടി പ്രാരംഭിക്കാം. അത് കഴിഞ്ഞാൽ കൂട്ടപ്രാർത്ഥന, അത് കഴിഞ്ഞാൽ ഏതാനും ധ്യാന ശ്ലോകങ്ങൾ, അത് കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് 6:45 കൂടിയിട്ട് മൂലപാരായണം. പാരായണ പ്രഭാഷണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രകരണമായിട്ടാവും പറയാം. 2, 3, 4 അധ്യായങ്ങൾ വായിച്ചിട്ട് ആ പ്രകരണങ്ങൾ പറയും. അങ്ങനെ 8:30, 8:45 വരെ പാരായണ പ്രഭാഷണങ്ങൾ. അത് കഴിഞ്ഞാൽ അരമണിക്കൂർ നിർത്തും. അത് കഴിഞ്ഞാൽ പിന്നെയും പാരായണ പ്രഭാഷണങ്ങൾ 12, 12:45 ആവുമ്പോൾ അതുവരെ പാരായണ പ്രഭാഷണം ഒക്കെ നിർത്തും. 2 മണിക്ക് വീണ്ടും തുടങ്ങും. 4 മണി വരെ പാരായണ പ്രഭാഷണങ്ങൾ. 10 മിനിറ്റ് ചായക്ക് നിർത്തി കഴിഞ്ഞാൽ പിന്നെ തുടങ്ങി കഴിഞ്ഞാൽ 6:15, 6:30 വരെ പാരായണ പ്രഭാഷണം. ഇതാണ് സ്വതവേയുള്ള ചിട്ട. ആ സപ്താഹവേദിയിലേക്ക് എന്ത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ അതെല്ലാം നിങ്ങൾ കൊണ്ടുവരാം. ആഹാര സാധനങ്ങൾക്ക് അന്നദാനത്തിന് വേണ്ടിയിട്ട്, കലവറ നിറയ്ക്കൽ എന്ന ചടങ്ങിന് വേണ്ടിയിട്ട് ഭഗവാന്റെ മുമ്പിൽ നിങ്ങൾ പച്ചക്കറികളോ പലചരക്കോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് സമർപ്പിക്കാം. നഹി നഹി ബഹുദാനം അന്നദാന സമാനം. അന്നദാനത്തിന് തുല്യമായിട്ട് ലോകത്ത് വേറെ ഒരു ദാനവും ഇല്ല എന്നാണ് പറയാം. ഗജതുരസഹസ്രം വേദിനി സാഗരാന്തം. 1000 കുതിരകളെയോ 1000 ആനകളെയോ കടൽ വരെയുള്ള സമുദ്രം കൊടുത്താലോ, രത്നഖചിതമായിരിക്കുന്ന പാത്രം, കനകരചിത പാത്രം, സ്വർണം പൊതിഞ്ഞിരുന്ന രത്നങ്ങൾ വെച്ച് പാത്രങ്ങൾ കൊടുത്താലോ ഒന്നും തുല്യമാവില്ല ആഹാരത്തിന്, അന്നദാനത്തിന്. അപ്പൊ അന്നദാനത്തിന് വേണ്ട സംഭാവനകൾ അല്ലെങ്കിൽ പച്ചക്കറികളോ പലചരക്കായിട്ടോ ഭഗവാന്റെ മുമ്പിൽ കൊണ്ട് സമർപ്പിക്കുക. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് പുഷ്പങ്ങൾ എത്ര കിട്ടിയാലും സന്തോഷമാണ്. അപ്പോൾ ഗ്രാമപ്രദേശമായതുകൊണ്ട് പൂക്കൾ ഉണ്ടാവുമെന്ന് വിചാരിക്കണോ, കഴിയുന്നത്ര പൂക്കൾ കൊണ്ടുവരിക. അതുപോലെ എണ്ണ, കർപ്പൂരം, കദളിപ്പഴോ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ, അവിലോ ശർക്കരയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇവിടെ കൊണ്ടുപോയി സമർപ്പിക്കുക. ചന്ദനത്തിരി മാത്രം കൊണ്ടുവരേണ്ട. ആ ചന്ദനത്തിരി ഇവിടെ കത്തിക്കില്ല. കാരണം പുകയടിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അത് ചന്ദനത്തിരി ഒഴികെ ബാക്കി എന്ത് വേണമെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്നോളൂ. പുഷ്പങ്ങൾ കൊണ്ടുവരിക എല്ലാവരും. എത്രത്തോളം കൊണ്ടുവരാൻ പറ്റുമോ അത്രത്തോളം കൊണ്ടുവരിക. പിന്നെ ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ ഗൃഹത്തിലുള്ളവരെ കൊണ്ടുവരിക നാളെ. അത് കൊണ്ടുവരുമ്പോൾ ലേബലിൽ ഒട്ടിക്കണം, മാറിപ്പോവാതെ. എന്നിട്ട് ഇവിടെ വയ്ക്കുക. 7 ദിവസം അത് പൂജിച്ചിട്ട് തിരിച്ചു കൊണ്ടുപോവുക. പിന്നെ ഭാഗവത മൂലഗ്രന്ഥം കയ്യിലുള്ളവരെ എല്ലാവരും കൊണ്ടുവരിക. കാരണം ഓരോ ഗ്രന്ഥത്തിൽ ഓരോ അധ്യായത്തിലും ഓരോ പ്രകടനത്തിലും എന്താ പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പിന്നെ പുസ്തകം ഉണ്ടെങ്കിൽ 2 മെച്ചാണ്. ഓരോ അധ്യായത്തിൽ ഓരോന്ന് പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്. രണ്ടാമത്തേത് ഉറങ്ങാണ്ടിരിക്കുക. ഏറ്റവും വലിയ മെച്ചമുണ്ട്. കാരണം സപ്താഹവേദികളിലാണ് അതിന് ഏറ്റവും സുഗമമായിട്ടുള്ളത്. കാരണം നമുക്ക് 3 അവസ്ഥകളാണ് നമ്മുടെ ബുദ്ധിക്ക്. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി. നമ്മുടെ 10 മണി 11 മണി വരെ 1ാമത്തെ അവസ്ഥയുള്ളൂ. അതുപോലെ അലർട്ടായിട്ടിരിക്കും എല്ലാ ഇന്ദ്രിയങ്ങളും. അത് കഴിഞ്ഞാൽ 11 മണി കഴിയുമ്പോഴേക്കും എപ്പോഴാണ് നിർത്തുക, എപ്പോഴെങ്കിലും ചെറിയ പിരിയുന്നതിനോട്ടിരിക്കും. 2ാമത്തെ അവസ്ഥയിലേക്ക് എന്ത് സ്വപ്നം. പിന്നെ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കസേരമേ ചാരുശീലകളായിട്ടല്ലേ ഇരിക്കുക. അപ്പോ 3ാമത്തെ അവസ്ഥയിലേക്ക് എന്ത് സുഷുപ്തി. ഭാഗവത സപ്താഹവേദിയിൽ ഒന്നും ചെയ്യാനില്ലല്ലോ.
അപ്പൊ അതുകൊണ്ട് മൂന്നാമത്തെ അവസ്ഥയിലേക്ക് എത്താൻ ഏറ്റവും എളുപ്പമാണ്. പിന്നെ അതിന് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പുസ്തകം കൊണ്ടുവരാൻ പറഞ്ഞത്. പിന്നെ പുസ്തകം കൊണ്ടുവച്ചിട്ടും മൂന്നാമത്തെ അവസ്ഥയിലേക്ക് എത്തുന്നവരുണ്ട്. അവരോടൊന്നും പറയാനില്ല. ഭാഗവത്തിന് മുമ്പിൽ നുറങ്ങാനും ഭാഗ്യം വേണമെന്നർത്ഥം. അപ്പൊ ഏതായാലും മൂലപുസ്തകങ്ങൾ ഗ്രന്ഥമുള്ളവര് ഗ്രന്ഥങ്ങൾ കൊണ്ടുവരിക. പിന്നെ ശ്രീകൃഷ്ണ വിഗ്രഹങ്ങളുള്ളവർ കൊണ്ടുവരിക. പുഷ്പങ്ങൾ എത്ര കിട്ടിയാലും സന്തോഷം. അപ്പൊ എന്ത് നിങ്ങൾക്ക് സമർപ്പിക്കാമോ അത് സമർപ്പിക്കുക. 6:15 സഹസ്രനാമത്തോടുകൂടി നമുക്ക് പ്രാരംഭിക്കാം. അങ്ങനെ മിത്രാനന്തപുരത്തെ തൃപ്പാദത്തിൽ ആ മഹാത്മ്യ പാരായണ പ്രഭാഷണം തൽക്കാലം നമുക്ക് സമർപ്പിക്കാം. നാളെ 6